ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, മറന്നുപോകരുത്. ഇന്നും കേരളത്തിന്റെ നിയമസഭക്കകത്ത് ആ പാട്ടുണ്ട്. എന്താണത്? പോറ്റിയെ കേറ്റിയെ പോറ്റിയെ കേറ്റിയതാരപ്പ സഖാക്കളാണ് അയ്യപ്പ. ഇന്നിപ്പോ എന്തേ പാട്ട് മാറിയല്ലോ, ഇന്നിപ്പോ പാട്ടിന്റെ കോലം മാറിയല്ലോ, പുതിയ പാട്ടുണ്ട്. ജനപത് 10-ാം നമ്പറിൽ സോണിയാഗാന്ധിയുടെ വീട്ടിൽ പോറ്റി നിൽക്കുന്നു. പോറ്റിയുടെ കൂടെ ആരുണ്ട്? അടൂർ പ്രകാശ് നിൽക്കുന്നു. അടൂർ പ്രകാശിനോട് ചോദ്യം ചോദിച്ചു, നിങ്ങൾ എങ്ങനെ ഈ പോറ്റിയെ പ്രധാനമന്ത്രി അല്ല സോണിയാഗാന്ധിയുടെ ജനപത് 10 വീട്ടിലേക്ക് കയറ്റി? അറിയാലോ, ജനപത് 10 പ്രത്യേകത ഇസഡ് കാറ്റഗറി ഉണ്ട്. അത്രയും സുരക്ഷിതമുള്ള ഇടത്തേക്ക് എങ്ങനെ പോറ്റി കയറി? ഇതാ ചോദ്യം. കൂടെ അടൂർ പ്രകാശ് ഉണ്ട്. അപ്പൊ അടൂർ പ്രകാശിനോട് ചോദിച്ചു, പോറ്റിയെ കയറ്റിയത് നിങ്ങളാണല്ലേ? അടൂർ പ്രകാശിന്റെ മറുപടി എന്താണെന്നറിയോ? ഞാൻ കയറ്റിയതല്ല, പോറ്റി അവിടെ കയറ്റിയതിനു ശേഷം എന്നെ വിളിച്ചു കയറ്റിയതാണ്. അപ്പൊ അടൂർ പ്രകാശിനെ കയറ്റിയതാരാണ്? പോറ്റി. അടൂർ പ്രകാശ് അല്ല പറഞ്ഞത്, എനിക്കറിയില്ല. അവിടെ എത്തിയ പോറ്റി എന്നെ വിളിച്ചു കയറ്റിയതാണ്. ഇത് നാസർ കൊളായിന്റെ പടായ. നിങ്ങൾക്ക് വേണോ വീഡിയോ? ഞാൻ തരാം. അടൂർ പ്രകാശ് പറയുന്നത് എന്നെ കയറ്റിയതാണ് ഇല്ലേ? എങ്ങനെ കയറി അവിടെ? നിങ്ങൾ പറ. മാത്രമല്ല, പ്രിയങ്ക ഗാന്ധിയുടെ അല്ല സോണിയാഗാന്ധിയുടെ കയ്യിൽ ചരട് കെട്ടുന്നു. അവിടെയാണ് സുബ്രഹ്മണ്യൻ സ്വാമിയുടെ വാക്കുകൾ നമ്മൾ കൂട്ടിച്ചേർക്കുന്നത്. സോണിയാഗാന്ധിയുടെ സഹോദരിക്ക് ഇറ്റലിയിൽ പുരാവസ്തു വിൽപ്പനയാണ്. മനസ്സിലായ നിങ്ങൾക്ക്? ഞാൻ പറയല്ല, എന്റെ ആരോപമല്ല, എന്റെ ആക്ഷേപമല്ല. സുബ്രഹ്മണ്യൻ സ്വാമി പറഞ്ഞതിന് ജോൺസൺ മാവുങ്കലും സുധാകരനും തമ്മിലുള്ള ചികിത്സ, സോണിയാഗാന്ധിയെ ചികിത്സിക്കാൻ പോറ്റിപ്പോയ വഴി അതാ പറഞ്ഞത്. മാസാമാസങ്ങളിൽ 35-നും 60-നും ഇടക്ക് പ്രായം വരുന്ന എല്ലാ സ്ത്രീകൾക്കും 1000 രൂപ ആനുകൂല്യം ലഭ്യമാവും എന്നുള്ള തരത്തിലുള്ള വ്യാജ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണത്തിനെതിരെ വനിതാ ലീഗ് സംസ്ഥാന കമ്മിറ്റി തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. മനസ്സിലായതാരാണ് പറഞ്ഞത്? നിങ്ങൾ കേട്ടില്ലേ? ആ കൂട്ടത്തിൽ ഇവർ വിശുദ്ധ ഖുർആന്റെ വചനങ്ങൾ ഓതിയിട്ട് പറഞ്ഞ എന്താണ്? ഇടതുപക്ഷ ഗവൺമെന്റ് 1000 രൂപയുടെ പെൻഷൻ കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കള്ളത്തരമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കണ്ടോ? ഈ ജനുവരി മാസം 1-ാം തീയതി സൂറാമമ്പാടിന്റെ വീട്ടിൽ ഹെൽപ്പ് ഡെസ്ക് സ്ഥാപിച്ചു. എന്തിനാ ഹെൽപ്പ് ഡെസ്ക്? ഇതേ പെൻഷന് അപേക്ഷിക്കാൻ, സ്ത്രീകളെ സഹായിക്കാൻ. എങ്ങനെയുണ്ട്? തെരഞ്ഞെടുപ്പിൽ നമ്മൾ തോൽക്കാതിരിക്കും? ജയിച്ചാലാണ് നമ്മൾ ഇവിടുത്തെ പാകിസ്ഥാനിക്ക് പോകേണ്ടി വരിക എന്നുള്ളത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു. കാരണം ഇനി ഒരിക്കൽ കൂടി LDF സർക്കാർ ഈ കേരളത്തിൽ അധികാരത്തിൽ വന്നാൽ ചിലപ്പോൾ നമ്മൾ പാകിസ്ഥാനിലേക്ക് പോകേണ്ട അവസ്ഥയിലേക്ക്. ഇതെന്താ നിങ്ങൾ മനസ്സിലാക്കി? ഇതൊരു വീട്ടിൽ സ്വകാര്യം പോയി പറയല്ല. വല്ല ലീഗിന്റെ ആളുകൾക്ക് സംശയമുണ്ടോ? ഞാൻ ഇവിടെ കൊടുക്കും വീഡിയോ. അരീക്കോട് അങ്ങാടിയിൽ മൈക്ക് കെട്ടി മുസ്ലിം ലീഗിന്റെ പൊതുയോഗത്തിൽ പ്രസംഗിക്കുന്ന ആൾ കേൾക്കുന്നത് എന്താ? മുസ്ലിം ലീഗ് പ്രസംഗിച്ചേ, നിങ്ങൾ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്താൽ ഇടതുപക്ഷം SIR നടപ്പിലാക്കും, അതുകൊണ്ട് നമുക്ക് പാകിസ്ഥാനിലേക്ക് പോകേണ്ടി വരും, ഇനി ഒരു തെരഞ്ഞെടുപ്പ് ഈ നാട്ടിൽ ഉണ്ടാവില്ല. പ്രിയപ്പെട്ടവരെ, മുങ്ങിത്താവുന്നവനെ കച്ചിത്തുരുമ്പ് എന്ന് പറയുന്ന പോലെ ആകെ ബേജാറായി നിൽക്കുന്ന മനസ്സുകളിലേക്ക് നല്ല തലേക്കെട്ട് കെട്ടിയ പണ്ഡിതന്മാരെയും കൂട്ടിട്ടാ പോകുന്നത് ലീഗും ജമാഅത്തെ ഇസ്ലാമിയും. നമ്മൾ മുസ്ലിങ്ങൾ മതമാണ് 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 പ്രശ്നം. ജയരാജൻ സഖാവോട് പറഞ്ഞില്ലേ? അങ്ങനെ മതത്തിന്റെ പ്രതീകാത്മകമായ ആളുകളെ കൂട്ടി വീട്ടിൽ പോയി വിശുദ്ധ ഖുർആന്റെ വചനങ്ങൾ അകമ്പടിക്കോതി ഇവർ പറഞ്ഞു, വീടുകളിൽ പ്രചരിപ്പിച്ചു. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നമ്മുടെ നാട്ടിൽ ചില പഞ്ചായത്തുകളും ജില്ലാ പഞ്ചായത്തുകളുമൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ഞാൻ പറയേണ്ടതുണ്ടോ എന്നെനിക്ക് അറിഞ്ഞൂടാ. ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട ഒരു സ്ഥാനാർത്ഥി കൂടിയാണ്. മിക്കവാറും അത് കേരളത്തിൽ ആരും അറിയാതെ പോവില്ല എന്നാണ് എൻ്റെ ധാരണ. കാരണം അതിനു മാത്രം ജമാഅത്തെ ഇസ്ലാമിക്കാരനും മുസ്ലിം ലീഗുകാരനും നിരന്തരമായി വാട്സപ്പിലും ഫേസ്ബുക്കിലും കൊളായി തോറ്റു എന്ന പോസ്റ്റ് ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് പ്രത്യേകമായ ഒരറിയിപ്പായി പറയേണ്ടതുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ പാർട്ടി എന്നോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഞാനൊരു പാർട്ടിയുടെ പ്രഭാഷകനാണ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെ പ്രഭാഷണം നടത്തുന്ന ഒരാൾ എന്നുള്ള നിലക്ക് രാഷ്ട്രീയ എതിരാളികളെ നന്നായി കടന്നാക്രമിക്കുന്ന ഒരു പ്രഭാഷകൻ കൂടിയാണ് ഞാൻ. അതുകൊണ്ട് പാർട്ടി എന്നോട് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് പറഞ്ഞു,
നിങ്ങളൊരു സ്ഥാനാർത്ഥിയാണ്. അതുകൊണ്ട് രാഷ്ട്രീയ എതിരാളികളെ കടന്നാക്രമിച്ച് സംസാരിക്കണ്ട. നമ്മുടെ പാർട്ടിയുടെ, നമ്മുടെ ഗവൺമെന്റിന്റെ നേട്ടങ്ങളെക്കുറിച്ച് മാത്രം പറഞ്ഞ് അതിന് വോട്ട് ചോദിച്ച് പ്രസംഗിച്ചാൽ മതി. ഇപ്പം എനിക്ക് തോന്നി കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാണല്ലോ. നേട്ടങ്ങൾ മാത്രം പറഞ്ഞ് കുറച്ചു നേരം പ്രസംഗിച്ച് അങ്ങോട്ട് പോയാൽ മതിയല്ലോ. പക്ഷെ നേട്ടങ്ങൾ മാത്രം പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി, സാധാരണ പ്രസംഗത്തിനെടുക്കുന്ന സമയം പോരാ, പിന്നെയും സമയം വേണ്ടി വരും. കാരണം കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് നിങ്ങൾ ഈ രാജ്യത്ത് ഇടതുപക്ഷ ഗവൺമെന്റ് എന്ത് നേട്ടങ്ങൾ ഉണ്ടാക്കി എന്ന് ചോദിച്ചാൽ ഏതങ്ങാടിയിലെ പ്രസംഗ വീതിയിലിരുന്നും വേദിയിലിരുന്നും വിരൽ ചൂണ്ടി പറയാൻ കഴിയും. നിങ്ങൾ ഈ റോഡൊന്ന് നോക്ക്, നിങ്ങൾ ആ കാണുന്ന സ്കൂളൊന്ന് നോക്ക്, നിങ്ങൾ തൊട്ടപ്പുറത്തുള്ള ഗവൺമെന്റ് ആശുപത്രി ഒന്ന് നോക്ക്. ഇങ്ങനെ എണ്ണിയാൽ തീരാത്ത കാര്യങ്ങൾ നമ്മളുടെ പ്രസംഗ വേദിക്കരികെ തന്നെ തൊട്ട് കാണിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഈ കേരളത്തിലുണ്ട്. എന്തുകൊണ്ടായിരിക്കാം നേട്ടങ്ങൾ മാത്രം പറഞ്ഞ് വോട്ട് ചോദിച്ചാൽ മതിയെന്ന് പാർട്ടി എന്നോട് പറഞ്ഞിട്ടുള്ളത്? ഈ കേരളത്തിൽ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് നടന്നത് 1957 1956 നവംബർ മാസം 1-ാം തീയതിയാണ് കേരളം ഉണ്ടായിട്ടുള്ളത്. ഈ കേരളത്തിലെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ആ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു കയറിയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒറ്റക്കാണ്. അങ്ങനെയാണ് 1957 ഏപ്രിൽ മാസം 5-ാം തീയതി വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞ് സഖാവ് EMS ലോക ചരിത്രത്തിൽ ആദ്യമായി തെരഞ്ഞെടുപ്പിലൂടെ നാട് ഭരിക്കുന്ന അധികാരിയായി സത്യപ്രതിജ്ഞ ചെയ്തു. എന്നെക്കാൾ ഒരുപാട് രാഷ്ട്രീയ പരിചയമുള്ള ആളുകൾ, പാർട്ടിയിൽ ഒരുപാട് സീനിയോറിറ്റി ഉള്ള ആളുകൾ എൻ്റെ മുമ്പിലും പിറകിലും ഇരിക്കും. ഞാനാകട്ടെ വളരെ വൈകി മാത്രം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് കടന്നു വന്നിട്ടുള്ള ഒരു എളിയ പ്രവർത്തനമാണ്. ഞാൻ ഏത് പാർട്ടിയിൽ നിന്നാണ് വന്നിട്ടുള്ളതെന്ന് എൻ്റെ വേഷം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അതുകൊണ്ട് ഞാനത് വിശദീകരിക്കുന്നില്ല. എനിക്ക് ഈ സഖാക്കളോട്, പഴയകാല സഖാക്കളോട് ചോദിക്കാനുള്ള ചോദ്യം ഇതാണ്. 1957 കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ ഒറ്റക്ക് അധികാരത്തിൽ വരുമ്പോൾ ഈ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എത്ര മെമ്പർമാരുണ്ടാവും? എത്ര മെമ്പർമാരുണ്ടാവും സഖാവെ? ഒരു 10,000 ആളുണ്ടാവും. മെമ്പർഷിപ്പിൽ ഉണ്ടാവാൻ സാധ്യത കുറവാണ്. ഇന്ന് 3.5 കോടിയുണ്ട് കേരളത്തിലെ ജനത. 2.5 കോടി ജനങ്ങളുള്ള അന്ന് 57 കേരളത്തിൽ 10,000 മെമ്പർഷിപ്പ് ഉണ്ടാവാനുള്ള സാധ്യത ഇല്ല എന്നാണ് പാർട്ടി മെമ്പർഷിപ്പിലാട്ടോ ഞാൻ പറയുന്നത്. അനുഭാവി സഖാക്കളാണ് എൻ്റെ ഒരു ഓർമ്മ, അല്ലെങ്കിൽ എൻ്റെ ഒരു കണക്കൂട്ട്. പിന്നെ എന്തുകൊണ്ട് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നു? ആ ചോദ്യത്തിന്റെ ഉത്തരം വളരെ ക്ലിയറാണ്. സഖാവ് EMS കേരളത്തിൽ അധികാരത്തിൽ വരുമ്പോ ഈ നാട്ടിൽ ഭൂമിയുള്ള മനുഷ്യരുടെ എണ്ണം 5%. എന്നെ കേൾക്കുന്ന പുതിയ തലമുറക്ക് ഇത് ഉൾക്കൊള്ളാൻ കഴിയുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്നെ കേൾക്കുന്ന രാഷ്ട്രീയ എതിരാളികൾ ഇത് വിശ്വസിക്കോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. വിശ്വാസമില്ലാത്ത ആളുകൾ സ്വന്തം വീട്ടിൽ പോയിട്ട് അവനവന്റെ വീടിന്റെയും പറമ്പിന്റെയും ആധാരം എടുക്കുക, ആധാരത്തിന്റെ അടിയാധാരം എടുക്കുക, അതിന്റെ അടിയാധാരം എടുക്കുക, അതിന്റെ അടിയാധാരം എടുക്കുക. അങ്ങനെ 4-5 അടിയാധാരങ്ങൾ മറച്ചു ചെന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഭൂമി ആരുടേതായിരുന്നു. ഇക്കാണുന്ന ഭൂമി മുഴുവൻ തമ്പുരാക്കന്മാരുടേതായിരുന്നു, ബ്രഹ്മസ്വത്തിൻ്റെതായിരുന്നു, ദേവസ്വത്തിൻ്റെതായിരുന്നു. നിങ്ങളുടെ അടിയാധാരത്തിൽ അത് കാണാം. ഞാൻ വരുന്നത് മുക്കത്തിനടുത്ത കൊടിയത്തൂർ എന്ന നാട്ടിൽ നിന്നാണ്. എന്റെ വീടിന്റെ ആധാരം, ഞങ്ങളുടെ നാട്ടിലുള്ള സകല ഭൂമിയുടെയും ആധാരം തൃക്കളയൂർ ദേവസ്വത്തിൻ്റെതാണ്. ഈ നാട്ടിലെ ഭൂമി ഒന്നുകിൽ ദേവസ്വം അല്ലെങ്കിൽ ബ്രഹ്മസ്വം. എന്താ കാരണം? നാട് ഭരിക്കുന്ന രാജാവിന് മരണശേഷം സ്വർഗത്തിൽ പോണം. അന്ന് ലീഗില്ലല്ലോ. ലീഗ് ഉണ്ടെങ്കിൽ പച്ച പതാക പിടിച്ചാൽ അറസിന്റെ തണൽ വരെ പോകും. തിരിഞ്ഞു നടന്നാൽ മതി, മെമ്പർഷിപ്പ് എടുത്ത് നേരെ സ്വർഗത്തിലേക്ക്. അന്ന് ഈ നാട്ടിൽ ലീഗില്ല. അതുകൊണ്ട് നാട് ഭരിച്ച തമ്പുരാക്കന്മാര് എന്ത് ചെയ്തു? ദൈവത്തെ പ്രീതിപ്പെടുത്തണം. അതിനെന്താ മാർഗം?
ഒറ്റ മാർഗേ ഉള്ളൂ. ദൈവത്തിന്റെ പ്രതിപുരുഷനുണ്ട് നമ്മുടെ നാട്ടിൽ. ആരാണ് പ്രതിപുരുഷൻ? അത് ബ്രാഹ്മണൻ. എങ്ങനെ ബ്രാഹ്മണൻ പ്രതിപുരുഷനായത്? RSS ഈ നാട്ടിലെ ഹിന്ദുവിനെ 4ആയി തിരിച്ചിട്ടുണ്ട്. ഒന്ന് ബ്രാഹ്മണൻ, ഒന്ന് ക്ഷത്രിയൻ, ഒന്ന് വൈശ്യൻ, ഒന്ന് ശൂദ്രൻ. അവനെക്കാളും താന്നവര്, പറയര്, പുലയര്, മനുഷ്യരായി സങ്കല്പിക്കാത്തവർ. ഇപ്പൊ ഞാൻ വിശദീകരണത്തിൽ കിടക്കുന്നില്ല. ഇപ്പൊ ബ്രാഹ്മണൻ ദൈവപുത്രനാ. ബ്രാഹ്മണനെ സന്തോഷിപ്പിക്കണം, ദൈവത്തെ പ്രീതിപ്പെടുത്താൻ. ഭൂമി ബ്രാഹ്മണന്റെ പേരിൽ എഴുതി വെച്ചു, അത് ബ്രഹ്മസം. മുസ്ലിങ്ങൾ വഖഫ് ചെയ്യുന്നത് പോലെ ദേവസ്വത്തിന് എഴുതി വെച്ചു, അത് ദേവസ്വം. ദേവസ്വം കൊണ്ട് നടക്കുന്നത് ആര്? ഈ ബ്രാഹ്മണ മേധാവിത്വം. എന്നെ കേൾക്കുന്ന ചിലർ ചോദിക്കും, നമ്മുടെ നാട്ടിൽ പഴയ കാലത്ത് ജമ്മിമാരും ഭൂമിയുള്ളവരും ഒക്കെ ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു. എങ്ങനെ അവരുണ്ടായത്? മേപ്പാട്ടം, കീഴ്പ്പാട്ടം തുടങ്ങി നിരവധി പാട്ടങ്ങളുടെ പേരിൽ ഈ തമ്പുരാക്കന്മാരുടെ ഭൂമി പാട്ടത്തിനെടുത്തവർ. അങ്ങനെ പാട്ടത്തിന് പോലും എടുക്കാൻ കഴിയാത്ത പരമദരിദ്രർ. നേരത്തെ പറഞ്ഞ ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ കഴിഞ്ഞാൽ അവനെക്കാളും താന്നവർ. ആ മനുഷ്യർ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നത് അടിമകളെ പോലെയാണ്. ഒരു മണ്ണിനും അവകാശമില്ല. പഠിച്ചില്ലേ നമ്മൾ സ്കൂളിലെ പാഠപുസ്തകത്തിൽ? മലയപ്പുലയൻ മലയാളപ്പുഴയുടെ തീരത്ത് തമ്പുരാന്റെ മണ്ണിൽ ഒരു കുടില് കെട്ടി. ആ കുടിലിന് അവനൊരു അവകാശമില്ല. തമ്പുരാൻ ഇറങ്ങാൻ പറയുമ്പോ കവി ഭാവനയിൽ പാടിയതല്ല ഇത്. കൺമുമ്പിൽ കണ്ട കരളലിയിക്കുന്ന രംഗങ്ങൾ ഹൃദയത്തിൽ ചാലിച്ച് പാട്ടെഴുതിയതാണ്. പാമ്പുകൾക്ക് മാളമുണ്ട്, പറവകൾക്ക് ആകാശമുണ്ട്. മനുഷ്യപുത്രന് തലചായ്ക്കാൻ മണ്ണിൽ ഇടമില്ല, ഭൂമിയില്ല, വീടില്ല. അങ്ങനെ മണ്ണിൽ ഭൂമിയും വീടുമില്ലാത്ത അടിമകളെ പോലെ ജീവിച്ച മനുഷ്യർ. ആ മനുഷ്യരുള്ള കേരളത്തിൽ 57 തെരഞ്ഞെടുപ്പ് നടക്കുമ്പോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നാട്ടിലെ ജനങ്ങളോട് വന്ന് ജന്മിത്തം അവസാനിപ്പിക്കാൻ, സാമ്രാജ്യത്വം അവസാനിപ്പിക്കാൻ, ആ പോരാട്ടത്തിന് നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞപ്പോ ഭൂമിയില്ലാത്ത മനുഷ്യർക്ക് അനുഭവ സാക്ഷ്യമുണ്ട്. ഭൂമിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ അവര് കണ്ടത് ഈ സഖാക്കളെയാണ്. ആ സഖാക്കളുടെ കയ്യിൽ അവര് കണ്ടത് ആകാശത്തേക്കുയർന്ന ചെങ്കൊടിയാണ്. ഈ പോരാട്ടത്തിനിടയിൽ അധികാരി വർഗത്തിന്റെ വെടിയേറ്റ് മരിച്ച, അതുപോലെ തന്നെ ജന്മിത്തത്തിന്റെ കൊലക്കത്തിക്കിരയായ ഭരണാധികാരികൾ തൂക്കിലേറ്റിയ മനുഷ്യർ കമ്മ്യൂണിസ്റ്റുകാരാണ്. രക്തസാക്ഷികൾ നിരവധി അനവധി പേർ. ഗുരുതരമായ പരിക്ക് പറ്റിയ ആയിരങ്ങൾ, ജയിലിൽ കിടക്കുന്ന 100 കണക്കിന് ആളുകൾ. അവർ ഭൂമിക്ക് വേണ്ടി പോരാടിയവരാണെന്ന് ഭൂമിയില്ലാത്ത മനുഷ്യർക്ക് മനസ്സിലായി. അവരെന്ത് ചെയ്തു? കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്തു. അതാ ഞാൻ പറഞ്ഞത്, 10,000 മെമ്പർഷിപ്പ് ഇല്ലാത്ത പാർട്ടി. 2.5 കോടി മനുഷ്യരുള്ള നാട്ടിൽ 10,000 മെമ്പർഷിപ്പ് പോലും ഒരുപക്ഷെ ഇല്ലാത്ത പാർട്ടി. ആ പാർട്ടി അധികാരത്തിൽ വരാനുള്ള കാരണം പാർട്ടി ജനങ്ങളോടൊപ്പം അവന് വേണ്ടി പോരാടിയത് കൊണ്ടാണ്. അതുകൊണ്ടാണ് 1957 ഏപ്രിൽ മാസം 5-ാം തീയതി വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞ് തിരുവനന്തപുരത്ത് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ സഖാവ് EMS 6ാമത്തെ ദിവസം ഏപ്രിൽ 11-ന് ഒരു നിയമം കൊണ്ടുവന്നു ഈ നാട്ടിൽ. എന്താണ് ആ നിയമം? കുടിയിറക്ക് നിരോധന നിയമം. ഇറങ്ങണ്ട, ഏത് കൊടി കുത്തിയ തമ്പുരാന്റെ മണ്ണിലാണെങ്കിലും ആ മണ്ണിൽ അധ്വാനിച്ച് നീയാണെങ്കിൽ ആ മണ്ണ് നിനക്ക് അവകാശപ്പെട്ടതാണ്. കൃഷിഭൂമി കൃഷിക്കാരന്. അങ്ങനെയാ മലയാളിക്ക് മണ്ണുണ്ടായത്. അതാണ് മലയാളിയുടെ അടിസ്ഥാനം വികസനത്തിന്റെ. ഞാനിത് പറയുമ്പോൾ ഒരുപക്ഷെ ചിലർ പറയും അത് മാത്രമല്ല, അതെല്ലാം എന്ന് പറയുന്നവരുണ്ട്. പിന്നെ എന്താണ്? പ്രവാസം, ഗൾഫ്. ശരിയാണ്. 10,000-കണക്കിന് ലക്ഷക്കണക്കിന് മലയാളികൾ അറബ് മണലാരണ്യത്തിൽ ചോര നീരാക്കി അധ്വാനിച്ച് അവനയക്കുന്ന കോടിക്കണക്കിന് വിദേശ പണം കൊണ്ടാണ് ഈ നാട്ടിൽ വലിയ മാറ്റമുണ്ടായത്. ഒരു സംശയമില്ല. 6 വർഷത്തെ പ്രവാസ ജീവിതത്തിന്റെ അനുഭവം എനിക്കുണ്ട്. അതുകൂടി വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്, ഇല്ലേ? പക്ഷെ എങ്ങനെയാ മലയാളി ഗൾഫിലേക്ക് പോയത്? നടന്നു പോകാൻ പറ്റുമോ? ഇടയിൽ അറബിക്കടലുണ്ട്. കടൽ കിടക്കണമെങ്കിൽ വിമാനം വേണം. ഗൾഫിലേക്ക് പോകണമെങ്കിൽ വിസ വേണം. വിസക്ക് പണം വേണം. വിമാനത്തിന് ടിക്കറ്റ് എടുക്കണം. മാമുക്കോയെ കൊണ്ടുവരുന്നു, ശ്രീനിവാസനെയും മോഹൻലാൽ. നിങ്ങൾ കണ്ടില്ലേ? അസ്സലാമു അലൈക്കും വലൈക്കും അസ്സലാം. ചാടിക്കോ നീന്തിക്കോ എന്നാ പറഞ്ഞു. നീന്തി കയറിയ മദിരാശിയിലേക്കാ, അങ്ങട്ടല്ല, ഗൾഫിലേക്ക്. അതിന് വിമാനം വേണം, വിസ വേണം. എവിടെയുണ്ട്? 57 EMSന്റെ ഗവൺമെന്റ് നിയമം കൊണ്ടുവന്നപ്പോ മലയാളിക്ക് മണ്ണുണ്ടായി. ആ മണ്ണിൽ അവൻ അധ്വാനിക്കാൻ തുടങ്ങി. അവന്റെ കയ്യിൽ പൈസ ഉണ്ടായി. അധ്വാനിക്കാൻ കഴിയാത്തവൻ ഭൂമിയുടെ ഒരറ്റം വിറ്റു, പൈസ ഉണ്ടായി.
അതിനും പറ്റാത്തവൻ ബാങ്കിൽ പണയം വെച്ചു ഭൂമി, അങ്ങനെ പൈസ ഉണ്ടായി. വിമാനത്തിന് ടിക്കറ്റ് എടുത്തു, വിസക്ക് പണം കൊടുത്തു, ഗൾഫിലേക്ക് പോയി. ഗൾഫ് പോയാൽ നല്ല ജോലി ലഭിക്കണമെങ്കിൽ നല്ല വിദ്യാഭ്യാസം വേണം. എവിടെയുണ്ട് മലയാളിക്ക് വിദ്യാഭ്യാസം? 1957 സഖാവ് EMS കേരളത്തിൽ അധികാരത്തിൽ വരുമ്പോ UP സ്കൂളിൽ പഠിക്കണമെങ്കിൽ 3 രൂപ ഫീസ്, ഹൈസ്കൂളിൽ പഠിക്കണമെങ്കിൽ 6 രൂപ ഫീസ്. നിസ്സാരമെന്ന് ഇപ്പൊ തോന്നും. 57 3 രൂപയാൻ പറഞ്ഞത്, 57 6 രൂപയാൻ പറഞ്ഞത്. ഏപ്രിൽ 11 EMSന്റെ രണ്ടാമത്തെ ഉത്തരം എന്താറിയോ? വിദ്യാഭ്യാസം സാർവത്രികം സൗജന്യം. അങ്ങനെയാ മലയാളി പഠിക്കാൻ തുടങ്ങിയത്. പണമില്ലാതെ സ്കൂളിലേക്ക് പ്രവേശനം, അങ്ങനെയാ മലയാളി പഠിക്കാൻ തുടങ്ങിയത്. അങ്ങനെയാ നല്ല വിദ്യാഭ്യാസം ഉണ്ടായത്. അവിടെ നിന്ന് തുടങ്ങിയാണ് മാറ്റങ്ങൾ. ഇങ്ങനെ ഓരോരോ മാറ്റങ്ങൾ. ജയരാജൻ സഖാവ് ചിലത് ഇവിടെ പറഞ്ഞുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല. ഇല്ലേ, ഈ നാട്ടില് ചരിത്രത്തിൽ ആദ്യമായി ക്ഷേമ പെൻഷൻ കൊടുത്ത സഖാവ് നായനാരുടെ കഥ ഇവിടെ പറഞ്ഞു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഉദ്യോഗസ്ഥന്മാർ ഇരിക്കുന്നുണ്ട് ഇവിടെ, അധ്യാപകർ ഇരിക്കുന്നുണ്ട് ഇവിടെ. അങ്ങനെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് ഒരു നിയമമുണ്ട്. ഒരു പ്രത്യേക പ്രായം 60 വയസ്സ് കഴിഞ്ഞാൽ പെൻഷൻ. ശമ്പളത്തിന്റെ അത്ര ഇല്ലെങ്കിലും ഇത്തിരിയെങ്കിലും കിട്ടുന്ന പെൻഷൻ. എന്നാൽ മണ്ണിൽ അധ്വാനിച്ച് നമുക്ക് ആവശ്യമുള്ളത് വിളയിച്ചു തരുന്ന കർഷക തൊഴിലാളിക്ക് പ്രായപരിധി ഉണ്ടോ? ഇല്ല. 60 അല്ല 70 അല്ല 80 കഴിഞ്ഞാലും അധ്വാനിച്ച് മണ്ണിൽ വീണ് മരിച്ച് മണ്ണോട് ചേരുക. എന്തേ നായനാർ അവർക്ക് പെൻഷൻ കൊണ്ടുവരാനുള്ള കാരണം? കയ്യൂരിന്റെ കരിവള്ളൂരിന്റെ മൊറായിയുടെ ധീരനായ പോരാളിയ സഖാവ് നായനാർ. അന്ന് ആ സമരത്തിൽ പങ്കെടുത്ത പലരും ജയിലിൽ കിടന്നു. പോലീസിന്റെ ക്രൂരമർദ്ദനത്തിനിരയായി ചിലരെ തൂക്കിക്കൊന്നു. നായനാരെ പിടികൂടിയ തൂക്കിക്കൊല്ലുമെന്ന് ഉറപ്പ്. പാർട്ടി പറഞ്ഞു സഖാവിനോട് ഒളിവിപ്പോണം. സഖാവ് ഒളിവിപ്പോയി. എവിടെയാ താമസിച്ചത്? കർഷക തൊഴിലാളിന്റെ വീട്ടിൽ. കർഷക തൊഴിലാളി കഞ്ഞി ഉണ്ടാക്കിയിട്ട് അതിൽ നിന്ന് ബെറ്റൂറ്റിയെടുത്ത് അത് ചോറാക്കി നായനാർക്ക് കൊടുത്ത് കഞ്ഞിവെള്ളം കുടിച്ച് മുണ്ട് മുറുക്കിയെടുത്ത് നായനാരെ സംരക്ഷിച്ച കർഷക തൊഴിലാളി. സഖാവ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായപ്പോ നേരെ പോയത് എങ്ങട്ടാ? ഈ കർഷക തൊഴിലാളിന്റെ അടുത്ത്. അവരോട് ചോദിച്ചു, കൊച്ചിയോട്, ചാളിയോട്, ചക്കിയോട് തോളത്ത് കൈയിട്ടുകൊണ്ടാ സഖാവ് ചോദിച്ചത്. ഷറല് കുഴപ്പമൊന്നുമില്ലല്ലോ. ആത്മാഭിമാനം തെല്ലും ചോരാതെ അവർ പറഞ്ഞു, കുഴപ്പമില്ല സഖാവേ, ഉഷാറാണ്, പക്ഷെ ഒരു പ്രശ്നമുണ്ട്. വയസ്സ് 10-60 കഴിഞ്ഞു, പഴയതുപോലെ അധ്വാനിക്കാൻ കഴിയുന്നില്ല, പ്രയാസമുണ്ട്. നായനാർ പറഞ്ഞു പരിഹാരം ഉണ്ടാക്കാൻ. അങ്ങനെയാണ് ചരിത്രത്തിൽ ആദ്യമായി കർഷക തൊഴിലാളിക്ക് 45 രൂപ പെൻഷൻ 1980 അല്ലേ സഖാവ് നായനാർ. അന്ന് ഞാൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്, എന്തിനായി കർഷക തൊഴിലാളിക്ക് കള്ളു കുടിക്കാൻ 45 രൂപ കൊടുക്കണേന്ന്? അന്ന് ഞാൻ കോൺഗ്രസ്സാ, അതുകൊണ്ടാണ് ചോദിച്ചത്. മനസ്സിലായി നിങ്ങൾക്ക്? 45 രൂപ കർഷക തൊഴിലാളിക്ക് പെൻഷൻ. പിന്നീടോ ഇവിടെ പറഞ്ഞല്ലോ, ഞാൻ ആവർത്തിക്കുന്നില്ല. പിന്നീട് വന്ന ഇടതുപക്ഷ ഗവൺമെന്റുകൾ 60 വയസ്സ് കഴിഞ്ഞ സകല വാർദ്ധക്യങ്ങൾക്കും പെൻഷൻ, അംഗവൈകല്യമുള്ളവർക്ക് പെൻഷൻ, വിധവകൾക്ക് പെൻഷൻ, കല്യാണ പ്രായം കഴിഞ്ഞവർക്ക് പെൻഷൻ, അമ്പലത്തിലെ കായികക്കാരന് പെൻഷൻ, മദ്രസയിലെ ഉസ്താദിന് പെൻഷൻ. ഇന്നിപ്പോ 61 ലക്ഷം പേർക്ക് പെൻഷൻ കൊടുക്കുക നമ്മുടെ നാട്ടില്. 61 ലക്ഷം പേർക്ക് ഈ നാട്ടില് പെൻഷൻ. മദ്രസ അധ്യാപകർക്ക് നമ്മൾ പെൻഷൻ കൊടുത്തപ്പോ എന്താ ലീഗ് പറഞ്ഞത്? മുസ്ലിം ലീഗ് എന്താ പറഞ്ഞത്? ഉസ്താദുമാരോട് പറഞ്ഞു, നിങ്ങൾ അതിൽ കൂടരുത്. എന്താ കാരണം? അത് പലിശയാണ്, പലിശ ഹറാമാണ്. നീട്ടിയാ പറഞ്ഞത്, പലിശ ഹറാമാണ്, അതിൽ കൂടരുത്. ശരിയാണ്. സബയിൽ മൂബിക്കാർ, ഒരിക്കലും പൊറുക്കാത്ത 7 വൻപാപങ്ങളുണ്ട്. ആ വൻപാപങ്ങളിൽപ്പെട്ടതാണ് പലിശ. മാതാവിനെ വ്യഭിചരിക്കുന്നതിന് തുല്യമാണ് പലിശ. നാസർ കൊളായി അല്ല, വിശുദ്ധ ഗ്രന്ഥങ്ങളിലെ വാക്കുകളാണ് ഞാൻ ഈ പറയുന്നത്. ഇല്ലേ? ഞാൻ ചോദിക്കട്ടെ, എന്റെ പ്രിയപ്പെട്ട ലീഗ്, ഈ നാട്ടിലെ മദ്രസ അധ്യാപകരുടെ സ്ഥിതി എന്തായിരുന്നു? ഇപ്പോഴല്ല, പഴയ തലമുറക്ക് ഓർമ്മ ഉണ്ടാവും. മദ്രസയിലെ ഉസ്താദുമാര് നാട്ടിലെ സമ്പന്നന്റെ വീട്ടിൽ പോയിട്ട് വാതിലിന് ബെല്ലടിച്ചിട്ട് ഇങ്ങനെ കാത്തിരിക്കണം. എന്നിട്ട് അവര് വാതിൽ തുറന്നിട്ട് അവർ കൊടുക്കുന്ന ഭക്ഷണം കഴിക്കണം. അതാണ് പള്ളിയിൽ ഉസ്താദുമാർക്കും കൊണ്ടുപോവുക. മുതലാളി തരുന്ന ഭക്ഷണം കഴിക്കുമ്പോ ചിലപ്പോ അവർക്ക് വേണ്ടിയും ചിലതൊക്കെ പറയേണ്ടി വരും. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ആ മദ്രസ അധ്യാപകന്മാർക്കും ഉസ്താദുമാർക്കും നല്ല വേഷവിധാനവും അത്യാധുനിക വിദ്യാഭ്യാസവും കമ്പ്യൂട്ടറും വാഹനം ഓടിക്കാനുള്ള പരിശീലനവും എല്ലാം കൊടുക്കുന്നതിൽ മുൻപന്തിയിൽ നിന്നുള്ളത് ബഹുമാന്യനായ ശൈഖുന കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരാണ്. ഞാൻ എല്ലാ വേദിയിലും പറയുന്ന എൻ്റെ ഒരു അനുഭവ സാക്ഷ്യം കൊണ്ട് പറഞ്ഞാൽ മറ്റുള്ളവരില്ല എന്നല്ല പറഞ്ഞു. അദ്ദേഹം അതിന് തുടക്കട്ടെ. എന്തായിരുന്നു നമ്മുടെ നാട്ടിൽ ഉസ്താദുമാരുടെ സ്ഥിതി അറിയുന്നത്? എൻ്റെ നാട്ടിൽ പഴയ കാലത്ത് ഒരു ഉസ്താദ് കാസർകോട്ട് ഒരു പള്ളിയിൽ പണിക്കുപോയി. 2-3 മാസം കഴിഞ്ഞപ്പോൾ ഉസ്താദ് കമ്മിറ്റിക്കാരോട് പറഞ്ഞു, എനിക്ക് തൊക്കില്ല, ഞാൻ പോവാറുണ്ട്, ശമ്പളം തീരല്ല. അപ്പൊ കമ്മിറ്റിക്കാർ പറഞ്ഞു, നിങ്ങൾ പോയാൽ ഇവിടെ മരിപ്പുണ്ടായ നല്ല പൈസയാണ്, മരണമൊക്കെ ഉണ്ടായാലേ നല്ല പൈസയാണ്. അപ്പൊ ഉസ്താദ് പറഞ്ഞു, എനിക്ക് ശമ്പളം വേണ്ട, ആഴ്ച 2 മരിപ്പ് എന്നൊക്കെ. മനസ്സിലായി നിങ്ങൾക്ക്? അതേ സ്ഥിതി.
ആ മദ്രസാധ്യാപകർക്ക് ചരിത്രത്തിൽ ആദ്യമായി ക്ഷേമ പെൻഷൻ കൊടുത്തത് ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ. അപ്പൊ ലീഗ് എന്താ പറഞ്ഞത്? അത് പലിശയാണ്, പലിശ ഹറാമാണ്. ഞങ്ങൾ മദ്രസാധ്യാപകരുടെ ക്ഷേമ പെൻഷൻ എന്താക്കി? അത് ട്രഷറിയിലേക്ക് മാറ്റി. ട്രഷറി ആകുമ്പോ പലിശ അല്ലല്ലോ. ഒറ്റ ചോദ്യം ലീഗിന്റെ പ്രിയപ്പെട്ട സ്നേഹിതന്മാരോട്, ഇവിടെ സർവീസ് സഹകരണ ബാങ്ക് ഉണ്ടോ സഖാവേ? ഉണ്ട്. ആരാ ഭരിക്കുന്നത്? ഇവിടെ നമ്മളെ താമരശ്ശേരി സഖാവേ നമ്മൾ തന്നെ ഭരിക്കുന്നത് അല്ലേ? എന്നാൽ എന്റെ നാട്ടിൽ കൊടിയത്തൂര് നമ്മളാ ഭരിക്കുന്നത്. മുക്കം സർവീസ് സഹകരണ ബാങ്ക് അവരായിരുന്നു ഭരിച്ചത്. ഈ കേരളത്തിൽ കെ ബാങ്ക് എന്ന് പറയുന്ന ഒരു സംവിധാനം കൊണ്ടുവന്നു ഇടതുപക്ഷ ഗവൺമെന്റ്, പിണറായി ഗവൺമെന്റ്. എല്ലാ ജില്ലാ ബാങ്കുകളും കെ ബാങ്കിൽ അംഗമായി. എന്നാൽ മലപ്പുറം ജില്ലാ ബാങ്ക് കെ ബാങ്കിൽ അംഗമായില്ല. എന്താ കാരണം? മലപ്പുറം ജില്ലാ ബാങ്ക് ഭരിക്കുന്നത് മുസ്ലിം ലീഗാണ്. 48 ബാങ്കുകൾ മലപ്പുറം ജില്ലയിൽ ഭരിക്കുന്നത് മുസ്ലിം ലീഗാണ്. എന്നെ കേൾക്കുന്ന ഈ പ്രദേശത്തെ പ്രിയപ്പെട്ട മുസ്ലിം ലീഗിന്റെ സ്നേഹിതന്മാരോട് വളരെ വിനീതമായൊരു ചോദ്യം. എന്താ ബാങ്ക് എന്ന് പറഞ്ഞാൽ? 8% പലിശക്ക് വാങ്ങി 12% പലിശക്ക് കൊടുക്കുന്നതാണ് സർവീസ് സഹകരണ ബാങ്ക് അല്ലേ? ആ ഏർപ്പാടല്ലേ നിങ്ങൾ ചെയ്യുന്നത്? ഞാൻ നേരത്തെ ഇപ്പൊ ഉദാഹരണം പറഞ്ഞ മുക്കം സർവീസ് സഹകരണ ബാങ്ക് ഇപ്പൊ അഡ്മിനിസ്ട്രേഷൻ ഭരണത്തിലാണ്. നേരത്തെ അത് ലീഗ് ഭരിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ലീഗിന്റെ ഒരു പ്രസിഡന്റ്, ലീഗിന്റെ ഒരു ആചാര്യ പ്രസിഡന്റ്. 2 കൊല്ലം കഴിഞ്ഞപ്പോ വേറെ ആചാര്യ വന്നിട്ട് പറഞ്ഞു, എല്ലാവർക്കും ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ പ്രസിഡന്റ് ആവാം, മൂപ്പർക്ക് ആഗ്രഹമില്ല. പക്ഷെ നിലവിലുള്ള പ്രസിഡന്റ് സമ്മതിക്കണ്ടേ? അയാൾ സമ്മതിച്ചില്ല. 2 ആചാര്യന്മാര് തർക്കം. പഞ്ചായത്ത് കമ്മിറ്റി, മുക്കം പഞ്ചായത്ത് കമ്മിറ്റി ചർച്ച ചെയ്തു, തീർന്നില്ല. തിരുവമ്പാടി നിയോജകമണ്ഡലം കമ്മിറ്റി ചർച്ച ചെയ്തു, തീർന്നില്ല. ജില്ലാ കമ്മിറ്റി ചർച്ച ചെയ്തു, തീർന്നില്ല. നേരെ എങ്ങട്ട് തക്കതായ സമയത്ത് യുക്തമായ തീരുമാനം ബഹുമാന്യനായ തങ്ങളുടെ അടുത്തേക്ക്. തങ്ങൾ 2 ആളെ അകത്തേക്ക് വിളിച്ച് വാതിലടച്ച് കുശു ചർച്ചയാണ്. അവസാനം ഗുസ്തിയിൽ ജയിക്കുന്നവന്റെ കൈ പിടിച്ച് കൊണ്ടുവരുന്ന മാതിരി ഒരാചാര്യ കൈ പിടിച്ച് പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് തങ്ങൾ ഒറ്റ പ്രഖ്യാപന, ഇയാളാണ് ബാങ്കിന്റെ പ്രസിഡന്റ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. പെരുന്നാളുടെ മാസം കണ്ടല്ല ബാങ്കിന്റെ പ്രസിഡന്റിനെ കണ്ട, മനസ്സിലായി നിങ്ങൾക്ക്? എന്നിട്ട് കമ്മ്യൂണിസ്റ്റുകാരോട് പറയാണ്, നിങ്ങൾ ഇസ്ലാമല്ല, നിങ്ങൾ കാഫറാണ്. പടച്ചവൻ ഒരിക്കലും പൊറുക്കാത്ത പാപം സബുൽ മൂബിക്കാത്ത്. മനസ്സിലായി നിങ്ങൾ? ആ പാപം ചെയ്യുന്നവരാങ്ങള്. ഞങ്ങൾ ഈ മദ്രസാധ്യാപകർക്ക് ക്ഷേമ പെൻഷൻ നിങ്ങൾ പലിശ എന്ന് പറഞ്ഞപ്പോ എന്ത് ചെയ്തു? ട്രഷറിയിലേക്ക് മാറ്റി. ഇനി കേരളത്തിൽ മുസൽമാന് പലിശ ഇല്ലാതെ ജീവിക്കണം. അൽബറക്ക ഇസ്ലാമിക് ബാങ്ക് ആരാ കൊണ്ടുവന്നത്? തോമസ് ഐസക്. ഏത് തോമസ് ഐസക്? കമ്മ്യൂണിസ്റ്റുകാരൻ. ഏത് കമ്മ്യൂണിസ്റ്റുകാരൻ? ലോകത്ത് സ്വന്തമായ ഒരു സാമ്പത്തിക ശാസ്ത്രമുള്ള പാർട്ടി. ഞാൻ വിശദീകരിക്കുന്നില്ല, പറഞ്ഞ അങ്ങനെ അങ്ങ് പോണ്ടി. മദ്രസാധ്യാപകർക്ക് മാത്രമല്ല, അമ്പലത്തിലെ കായികക്കാരന് ഞങ്ങൾ പെൻഷൻ കൊടുത്തു. ആരാ അമ്പലത്തിലെ കായികക്കാരെന്ന് പറഞ്ഞാൽ? ദേവിക്കും ദേവനും പൂജക്കുള്ള മാല കൊടുക്കുന്നവർ അല്ലേ? ഇതല്ലേ കായികക്കാരെന്ന് പറഞ്ഞാൽ? 60 വയസ്സ് കഴിഞ്ഞു, കണ്ണു കാണുന്നില്ല. RSS എന്താ പറഞ്ഞ്? ഹിന്ദു ഉണരണം. ഉണരാ നേരം വിളിക്കുമ്പോ ഒന്നിനെ അങ്ങന്മാരെ കോക്കാൻ കണ്ണാണില്ല. നിങ്ങളുണ്ടോ? അവർക്ക് ചരിത്രത്തിൽ ആദ്യമായി ക്ഷേമ പെൻഷൻ കൊടുത്തത് ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ. ഞാൻ ചുരുക്കാ വിഷയം. അങ്ങനെ പെൻഷൻ കൊണ്ടുവന്ന് ഇവിടെ പറഞ്ഞല്ലോ, VS-ന്റെ കാലത്ത് 500-ലാക്കി, പിന്നെ 600-ലാക്കി. അതിന്റെ വിശദീകരണത്തിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല. 2018 ഇടതുപക്ഷം കൊടുത്ത വാഗ്ദാനം എന്താണ്? ഞങ്ങൾ ജയിച്ചാൽ 1000 വീടുകളിൽ എത്തിച്ചേരും ഇല്ലേ? ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ടവരെ, 1000 ഈ നാട്ടിൽ പെൻഷൻ കൊടുത്തുകൊണ്ടിരിക്കുമ്പോ പല വീടുകളിലും സർവീസ് സഹകരണ ബാങ്കിലെ ഡയറക്ടർ എന്നുള്ള നിലക്ക് ജീവനക്കാരെ സഹായിക്കാൻ ഞാൻ പോയിട്ടുണ്ട്, പെൻഷൻ കൊടുക്കാൻ. ഞാൻ അന്ന് കണ്ട ചില കാഴ്ചകളുണ്ട്, ജീവിതത്തിൽ മറന്നു പോകാത്ത കാഴ്ചകൾ. ചില അമ്മമാര്, ചില ഉമ്മമാര് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, മക്കളെ, ഞങ്ങളെ മക്കളില്ലാത്ത നേരത്ത് കൊണ്ടുവരണം ഈ പെൻഷൻ. എന്തേ അങ്ങനെ പറയാൻ? മക്കൾ തട്ടിക്കൊണ്ടുവന്ന് എഴുതിട്ട അല്ല. ആ മക്കൾ അറിയാതെ തനിക്കുള്ള മരുന്ന് സ്വന്തമായി വാങ്ങാൻ അങ്ങാടിയിൽ ഇറങ്ങുമ്പോ തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരന് ആത്മാഭിമാനത്തിൽ ഒരു ചായ വാങ്ങി കൊടുക്കാനുള്ള പണമാണ് അവരാരും ഗവൺമെന്റിനോട് പറഞ്ഞില്ല 1000 കൂട്ടണമെന്ന്. ലീഗ് ഉണ്ടല്ലോ, കോൺഗ്രസ് ഉണ്ടല്ലോ, BJP ഉണ്ടല്ലോ ഈ നാട്ടില്. നിങ്ങൾ ആരെങ്കിലും സമരം ചെയ്തോ അന്ന് ഈ പെൻഷൻ കൂട്ടണമെന്ന് പറഞ്ഞു? ഒരാളും സമരം ചെയ്യാതെ, അഭ്യർത്ഥിക്കാതെ, ആവശ്യപ്പെടാതെ 1000 1100 ആക്കി, 200 ആക്കി, 300 ആക്കി, 400 ആക്കി, 500 ആക്കി, 600 ആക്കി ഇല്ലേ? ഈ തെരഞ്ഞെടുപ്പിന്റെ സ്വത്ത് മുമ്പ് നമ്മളത് എത്രയാക്കി? 2000 ആക്കി പ്രഖ്യാപിച്ചു. 2000 രൂപ ഒരു വീട്ടിൽ 2 വാർദ്ധക്യങ്ങൾ ഉണ്ടെങ്കിൽ ആ വാർദ്ധക്യങ്ങള് 4000 രൂപയാണ് പെൻഷൻ. മാവേലി സ്റ്റോറിൽ നിന്ന് കുറഞ്ഞ വിലക്ക് സാധനങ്ങൾ കൂടി കിട്ടുകയാണെങ്കിൽ എവിടെയെത്തും? സുഖമായി ഒരു കുടുംബത്തിന് ജീവിച്ചു പോകാനുള്ള പണമാണ്. ആ 2000 നമ്മൾ പ്രഖ്യാപിക്കുന്ന സമയത്ത്
നമ്മൾ ഒരു കാര്യം കൂടി ചെയ്യും. എന്താണ് ആ കാര്യം? വീട്ടമ്മമാർക്ക്, ഏത് വീട്ടമ്മമാർക്ക്? മഞ്ഞ കാർഡും വയലറ്റ് കാർഡുമുള്ള 35 വയസ്സിനും 60 വയസ്സിനും ഇടയിലുള്ള കേരളത്തിലെ സകല വീട്ടമ്മമാർക്കും 1000 രൂപ പെൻഷൻ നമ്മൾ പ്രഖ്യാപിച്ചു. അന്ന് തെരഞ്ഞെടുപ്പിന് മുമ്പേ, തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മൾ ആളുകളോട് പറഞ്ഞു, നിങ്ങൾക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വോട്ട് ചെയ്യണം. നേട്ടങ്ങൾ പറഞ്ഞിട്ടാ വോട്ട് ചെയ്യാൻ പറഞ്ഞു. ഞങ്ങൾ ജയിച്ചാൽ ഇടതുപക്ഷം ജയിക്കണ്ടില്ല, ഞങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് 1000 രൂപയുടെ പെൻഷൻ. ഇത് നമ്മൾ വീട് വീടാന്തരം കയറി പ്രഖ്യാപിച്ചപ്പോ ലീഗ് പറഞ്ഞത് എന്താണെന്ന് നിങ്ങൾക്ക് നിങ്ങളൊന്ന് കേട്ടു നോക്കി. ലീഗിന്റെ വനിതാ നേതാവ് സ്ഥാനാർത്ഥിയും സ്ത്രീ സുരക്ഷയുടെ പേര് പറഞ്ഞുകൊണ്ട് മാസാമാസങ്ങളിൽ 35-നും 60-നും ഇടക്ക് പ്രായം വരുന്ന എല്ലാ സ്ത്രീകൾക്കും ഇടതുപക്ഷത്തിന്റെ പ്രവർത്തകരും അതുപോലെ തന്നെ അവരുടെ സ്ഥാനാർത്ഥിയും സ്ത്രീ സുരക്ഷയുടെ പേര് പറഞ്ഞുകൊണ്ട് മാസാമാസങ്ങളിൽ 35-നും 60-നും ഇടക്ക് പ്രായം വരുന്ന എല്ലാ സ്ത്രീകൾക്കും 1000 രൂപ ആനുകൂല്യം ലഭ്യമാവും എന്നുള്ള തരത്തിലുള്ള വ്യാജ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണത്തിനെതിരെ വനിതാ ലീഗ് സംസ്ഥാന കമ്മിറ്റി തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. നമുക്ക് മനസ്സിലായതാരാണ് പറഞ്ഞത്? നിങ്ങൾ കേട്ടില്ലേ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 1000 രൂപ പെൻഷൻ കൊടുക്കുമെന്ന ഒരു കള്ളപ്രചരണം നടത്തുന്നുണ്ട്. നമ്മൾ കള്ളപ്രചരണം നടത്തി, നമ്മൾ യഥാർത്ഥ പ്രചരണം നടത്തിയപ്പോ ലീഗിന്റെ ഒരു നേതാവിന്റെ പ്രസംഗം, അത് ഞങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി കൊടുക്കും. ചന്ദ്രിക പത്രത്തില് ഇവരുടെ വാർത്ത വന്നു. ഇവരുടെ പേരെന്താണെന്നറിയാം ഞങ്ങൾക്ക്? വനിതാ ലീഗിന്റെ സംസ്ഥാന നേതാവാ സുഹറ മമ്പാട്. ഈ സൂറാമമ്പാട് ഇവിടെ വന്നിട്ടുണ്ടോന്ന് അറിഞ്ഞൂടാ. ഈ കേരളത്തിലെ മിക്കവാറും സ്ഥലങ്ങളിൽ, എന്റെ നാടിൽ, എന്റെ വീടിനടുത്ത് വന്ന് കേരളത്തിലെ ഒരു മതസംഘടനയുടെ പേരിൽ ഖുർആൻ ക്ലാസ് നടത്തുന്ന നേതാവാണ് സൂറാമമ്പാട്. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് എന്റെ വീടിന്റെ തൊട്ടടുത്ത് വന്ന് വിശുദ്ധ ഖുർആന്റെ വചനങ്ങൾ ഓതി ഇവര് പ്രസംഗിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ കൂട്ടത്തിൽ ഇവർ വിശുദ്ധ ഖുർആന്റെ വചനങ്ങൾ ഓതിയിട്ട് പറഞ്ഞ എന്താണ്? ഇടതുപക്ഷ ഗവൺമെന്റ് 1000 രൂപയുടെ പെൻഷൻ കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കള്ളത്തരമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കണ്ടോ? ഈ ജനുവരി മാസം 1-ാം തീയതി സൂറാമമ്പാടിന്റെ വീട്ടിൽ ഹെൽപ്പ് ഡെസ്ക് സ്ഥാപിച്ചു. എന്തിനാ ഹെൽപ്പ് ഡെസ്ക്? ഇതേ പെൻഷന് അപേക്ഷിക്കാൻ, സ്ത്രീകളെ സഹായിക്കാൻ. എങ്ങനെയുണ്ട്? തെരഞ്ഞെടുപ്പിൽ നമ്മൾ തോൽക്കാതിരിക്കും? തെരഞ്ഞെടുപ്പ് കാലത്ത് പച്ചക്കള്ളം ഈ നാട്ടിൽ പ്രചരിപ്പിച്ചു. ഇത് മാത്രമാണ് അവര് പ്രചരിപ്പിച്ചിട്ടുള്ളത്. ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പരാജയപ്പെടുന്നതിന് ഒരു കാരണം, സകല വീടുകളിലും കയറി ലീഗും ജമാഅത്ത് ഇസ്ലാമിയും പ്രചരിപ്പിച്ചിട്ടുള്ളത് SIR. എന്താണ് SIR? പുതിയ വോട്ടർ പട്ടിക ഉണ്ടാക്കുകയാണ്. ആ വോട്ടർ പട്ടികയുടെ അനുഭവം ഇന്ത്യ രാജ്യത്തുണ്ട്. എവിടെ ഉണ്ടായിട്ടുള്ളത്? ആസാമിലുണ്ട്. മതന്യൂനപക്ഷങ്ങൾ, മുസ്ലിങ്ങളെ ഒഴിവാക്കിയിട്ടുണ്ട് വോട്ടർ പട്ടികയിൽ നിന്ന്. ബീഹാറിൽ ഇതേ സംഭവമുണ്ട്. SIR-ന്റെ പേരിൽ മതന്യൂനപക്ഷങ്ങളെ ഒഴിവാക്കിയിട്ടുണ്ട് വോട്ടർ ലിസ്റ്റിൽ നിന്ന്. അങ്ങനെ ഇന്ത്യയിൽ മതന്യൂനപക്ഷങ്ങൾ ഭയപ്പെട്ടു നിൽക്കുന്ന കാലം. 1992 ഡിസംബർ 6 ബാബരി മസ്ജിദ് തകർന്ന നിമിഷം മുതൽ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ അരക്ഷിതാവസ്ഥയിലാണ്. ആ അരക്ഷിതാവസ്ഥയുടെ സമയത്ത് SIR പോലെയുള്ള ഒരു നിയമം ഈ നാട്ടിൽ കൊണ്ടുവന്നപ്പോ അതിനെ നഖശികാന്തം എതിർത്ത പാർട്ടിയാണ് CPM. നമ്മൾ സമരങ്ങൾ നടത്തി, നമ്മള് കോടതിയെ സമീപിച്ചു. അതിനെതിരെ പാർലമെന്റിനകത്ത് ഇടതുപക്ഷത്തിന്റെ MP-മാർ ഉജ്ജ്വലമായി പ്രതിഷേധിച്ചു. കേരള നിയമസഭക്കകത്ത് ഇടതുപക്ഷത്തിന്റെ MLA-മാരും മന്ത്രിമാരും ശക്തമായി പ്രതിഷേധിച്ചു. എന്റെ നാട്ടിലടക്കം SIR-ന്റെ പേരിൽ വോട്ടർ ലിസ്റ്റിൽ നിന്ന് ഒഴിവായി പോകാനുള്ള ജനങ്ങൾ ഒഴിവായി പോകുമോ എന്നതിന് പരിഹാരമുണ്ടാക്കുന്നതിന് വേണ്ടി പ്രത്യേക ക്യാമ്പുകൾ ഇടതുപക്ഷം നടത്തി, CPM നടത്തി. നമ്മൾ വികസനം മാത്രം പറഞ്ഞു നടന്നപ്പോ ലീഗും ജമാഅത്ത് ഇസ്ലാമിയും വീടുകളിൽ കയറി പറഞ്ഞത് എന്താ അറിയോ? SIR നടപ്പിലാക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാരാണ്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്താൽ പിന്നീട് നിങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ കഴിയില്ല. പിന്നെ നിങ്ങൾ എവിടെ പോകേണ്ടി വരും? നിങ്ങള് പാകിസ്ഥാനിലേക്ക് പോകേണ്ടി വരും. ഇതൊന്ന് കേട്ടു നോക്കി. നിങ്ങൾ ജയിച്ചാലാണ് നമ്മൾ ഇവിടുന്ന് പാകിസ്ഥാനിലേക്ക് പോകേണ്ടി വരിക എന്നുള്ളത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു. കാരണം ഇനി ഒരിക്കൽ കൂടി LDF സർക്കാർ ഈ കേരളത്തിൽ അധികാരത്തിൽ വന്നാൽ ചിലപ്പോൾ നമ്മൾ പാകിസ്ഥാനിലേക്ക് പോകേണ്ട അവസ്ഥയിലേക്ക്. ഇതെന്താ നിങ്ങൾ മനസ്സിലാക്കി? ഇതൊരു വീട്ടിൽ സ്വകാര്യം പോയി പറയല്ല.
വല്ല ലീഗിന്റെ ആളുകൾക്ക് സംശയമുണ്ടോ? ഞാൻ ഇവിടെ കൊടുക്കും വീഡിയോ. അരീക്കോട് അങ്ങാടിയിൽ മൈക്ക് കെട്ടി മുസ്ലിം ലീഗിന്റെ പൊതുയോഗത്തിൽ പ്രസംഗിക്കുന്ന ആൾ കേൾക്കുന്നത് എന്താ? മുസ്ലിം ലീഗ് പ്രസംഗിച്ചേ, നിങ്ങൾ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്താൽ ഇടതുപക്ഷം SIR നടപ്പിലാക്കും, അതുകൊണ്ട് നമുക്ക് പാകിസ്ഥാനിലേക്ക് പോകേണ്ടി വരും, ഇനി ഒരു തെരഞ്ഞെടുപ്പ് ഈ നാട്ടിൽ ഉണ്ടാവില്ല. പ്രിയപ്പെട്ടവരെ, മുങ്ങിത്താവുന്നവനെ കച്ചിത്തുരുമ്പ് എന്ന് പറയുന്ന പോലെ ആകെ ബേജാറായി നിൽക്കുന്ന മനസ്സുകളിലേക്ക് നല്ല തലേക്കെട്ട് കെട്ടിയ പണ്ഡിതന്മാരെയും കൂട്ടിട്ടാ പോകുന്നത് ലീഗും ജമാഅത്ത് ഇസ്ലാമിയും. നമ്മൾ മുസ്ലിങ്ങൾ മതമാണ് 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 പ്രശ്നം. ജയരാജൻ സഖാവോട് പറഞ്ഞില്ലേ? അങ്ങനെ മതത്തിന്റെ പ്രതീകാത്മകമായ ആളുകളെ കൂട്ടി വീട്ടിൽ പോയി വിശുദ്ധ ഖുർആന്റെ വചനങ്ങൾ അകമ്പടി കോതി ഇവർ പറഞ്ഞു, വീടുകളിൽ പ്രചരിപ്പിച്ചു. ഞങ്ങൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ ലീഗുകാരോട് പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ പ്രചരിപ്പിച്ചിട്ടുണ്ട്, അത് തെറ്റാണെന്ന് പറയാൻ പാണക്കാട് തങ്ങളടക്കമുള്ളവർ തയ്യാറുണ്ടോ? ഇന്ന് വരെ മറുപടി പറഞ്ഞിട്ടില്ല. ഈ നാട്ടില് വീടാന്തരം കയറി ഇവരെ പ്രസംഗിച്ചത് SIR-നെ കുറിച്ച എത്ര വീഡിയോകൾ വേണം ഞങ്ങൾക്ക് കേൾപ്പിച്ച? എന്താ പറഞ്ഞത്? പാകിസ്ഥാനിലേക്ക് പോകേണ്ടി വരും. എന്റെ പ്രിയപ്പെട്ട ലീഗിന്റെ പ്രിയപ്പെട്ട സ്നേഹിതന്മാരെ, ജമാഅത്തെ ഇസ്ലാമിക്കാര് 1947 ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വിഭജിക്കപ്പെട്ടു. നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവണമെങ്കിൽ ഈ റോഡിനപ്പുറവും ഇപ്പുറവും 47 ആഗസ്റ്റ് 14 ഇന്ത്യ, ആഗസ്റ്റ് 15 ഈ റോഡ് അതിര് നിശ്ചയിച്ചു. അപ്പുറം പാകിസ്ഥാൻ, ഇപ്പുറം ഇന്ത്യ. എന്നാൽ ഇവിടുന്ന് കച്ചവടത്തിന് പോയ മനുഷ്യരുണ്ട് അവിടെ. വെറ്റില കച്ചവടത്തിലും ചായ കച്ചവടത്തിലും ഇസ്ലാമാബാദിലേക്കും കറാച്ചിയിലേക്കും ലഡാക്കിലേക്കും ഢാക്കയിലേക്കും പോയ മലപ്പുറത്ത് നിന്നടക്കമുള്ള ഒരുപാട് മുസ്ലിങ്ങളുണ്ട്. അവര് പാകിസ്ഥാന്റെ മണ്ണിൽ ഒറ്റപ്പെട്ടു പോയി. അവന്റെ പ്രിയപ്പെട്ടവർ ഈ നാട്ടില്, അവന്റെ കുട്ടികൾ ഈ നാട്ടില്, അവന്റെ മാതാപിതാക്കൾ ഈ നാട്ടില്. അവസാനം രണ്ടും കൽപ്പിച്ച് അതിർത്തിയിലെ പട്ടാളക്കാരുടെ കണ്ണ് വെട്ടിച്ച് മലപ്പുറം ജില്ലയിലേക്ക് തിരിച്ചെത്തിയ ഒരുപാട് മനുഷ്യരുണ്ടായിരുന്നു. ആ മനുഷ്യർ വീട്ടിൽ തിരിച്ചെത്തി കുറച്ചു കഴിഞ്ഞപ്പോ വിവരം പുറത്തായി, പാകിസ്ഥാനികൾ വന്നിട്ടുണ്ട് എന്നാ പ്രചരണം. പാകിസ്ഥാനിൽ നിന്ന് ചാടി വന്നിട്ടുണ്ട്. പോലീസ് ആ വീട്ടിൽ നിന്ന് ആളുകളെ പിടിച്ചുകൊണ്ടുപോയി. മയ്യത്തിറങ്ങുന്നത് പോലെ ആ വീട്ടിൽ നിറങ്ങുന്നത്. പരദേശി എന്ന സിനിമയിൽ വികാര നിർഭരമായ ആ രംഗമുണ്ട്. കാരണം എന്താ? മയ്യത്ത് കൊണ്ടുപോകുന്നല്ലോ പറയാൻ കാരണം, പിന്നെ വീട്ടിലേക്ക് തിരിച്ചു വരവില്ല. മയ്യത്ത് അങ്ങനെയല്ലേ? മരിച്ച് മയ്യത്ത് കൊണ്ടുപോകുന്നല്ലേ, വീട്ടിലേക്ക് ഇനി തിരിച്ചു വരവില്ല. അവൻ ഒരുപക്ഷെ ജീവിതത്തിലേക്ക് തന്നെ ഇല്ല. എന്താ കാരണം? അവന് പാകിസ്ഥാന്റെ പാസ്പോർട്ട് ഇല്ല. അതിർത്തിയിൽ കൊണ്ടുപോയി ഇന്ത്യയുടെ പട്ടാളക്കാർ അവനെ പാകിസ്ഥാനിലേക്ക് തള്ളും. ഒന്നുകിൽ പാകിസ്ഥാൻ പട്ടാളം വെടിവെച്ച് കൊല്ലും, അല്ലെ അവിടെ ജയിലിൽ കിടക്കേണ്ടി വരും. എത്ര പേർ! എന്റെ പ്രിയപ്പെട്ട ലീഗ്, ഇന്ത്യയുടെ പാർലമെന്റിൽ നിങ്ങൾക്ക് എത്ര MP-മാരുണ്ടായിരുന്നു? ആ വിഷയ സംബന്ധമായി ഇന്ത്യൻ പാർലമെന്റിൽ നിങ്ങൾ സംസാരിച്ച ഒരു രേഖ കാണിച്ചു നിങ്ങൾ കേട്ടിട്ടുണ്ടോ? വിജയരാഘവൻ എന്നൊരു പേര്. വിജയരാഘവൻ, നിങ്ങൾ വർഗീയവാദി എന്ന് വിളിക്കുന്ന വിജയരാഘവൻ, ആ വിജയരാഘവൻ ഇന്ത്യൻ പാർലമെന്റിൽ നിൽക്കുമ്പോ ഈ വിഷയത്തെ സംബന്ധിച്ച് ഇന്ത്യൻ പാർലമെന്റിൽ ഉജ്ജ്വലമായി സംസാരിച്ചു, വലിയ ബഹളുണ്ടാക്കി. അതിനുശേഷം ഈ പാകിസ്ഥാൻ പൗരന്മാരായി ഇവിടെ വരുന്നവർക്ക് ചില ആനുകൂല്യങ്ങൾ ലഭിച്ചു. അന്ന് RSS എന്താ പറഞ്ഞത്? വിജയരാഘവൻ ഇസ്ലാമിക് ഹിസ്റ്ററിയിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് 1ാം റാങ്കിൽ പാസ്സായ മനുഷ്യനാണ്. അതുകൊണ്ട് വിജയരാഘവൻ ഇസ്ലാമിന്റെ ചരിത്രമേ അറിയുള്ളൂ, അല്ലേ? ഇസ്ലാമിക തീവ്രവാദിയാക്കി അന്ന് RSS വിജയരാഘവനെ. ഇന്ന് ഇവരോ ഹിന്ദു തീവ്രവാദിയാക്കും. അപ്പൊ ഞങ്ങൾക്ക് ക്ലിയറാണ്, കാര്യങ്ങൾ കൃത്യമാണ്. ഞാൻ പറഞ്ഞു വന്നത്, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ഈ നാട്ടിൽ നടത്തിയ പ്രധാനപ്പെട്ട ഒരു പ്രചരണം അതാണ്. കഴിഞ്ഞില്ല, ഞാനൊന്ന് ഓടിച്ചു പോവാ. മറ്റൊരു പ്രചരണം ഉണ്ടായിരുന്നു. എന്താണ് ആ പ്രചരണം? പാലത്തായിലെ പെൺകുട്ടി ഓർക്കുന്നില്ലേ? കണ്ണൂർ ജില്ലയിലെ പാലത്തായിൽ ഒരു പെൺകുട്ടി, പ്രായമാകാത്ത മുസ്ലിം പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടു. ആരാ പീഡിപ്പിച്ചത്? BJP-കാരനായ ഒരു അധ്യാപകൻ. വലിയ പ്രശ്നങ്ങൾ ഉണ്ടായി. പീഡിപ്പിച്ച BJP-കാരനെ ആക്രമിക്കാനല്ല ലീഗും ജമാഅത്ത് ഇസ്ലാമിയും SDPയും അടക്കമുള്ളവർ ശ്രമിച്ചത്. അവര് പറഞ്ഞെന്താണ്? ആ അധ്യാപകനെ രക്ഷിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ശ്രമിക്കുന്നു. അതിനെതിരെ പാർട്ടി കൃത്യമായി പറഞ്ഞിട്ടും അവർ അംഗീകരിച്ചില്ല. BJP-കാരനെ കുറ്റം പറയുന്നതിനപ്പുറം ആ കുറ്റം മുഴുവൻ CPM-ന്റെ തലയിലിട്ടു. കേസ് വന്നു. ആ കേസിൽ ഇതിന്റെ പ്രതിയായ അധ്യാപകനെ ശിക്ഷിച്ചു. അപ്പോഴും പറഞ്ഞു കമ്മ്യൂണിസ്റ്റുകാരെതിരാണെന്ന്. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കേൾക്കണം. ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ ജയിച്ച മെമ്പർമാർക്കുള്ള സ്വീകരണത്തിൽ പങ്കെടുക്കാൻ പാനൂരിനടുത്ത പന്ന്യന്നൂരിൽ ഞാൻ പോയിരുന്നു. ആ പന്ന്യന്നൂർ പഞ്ചായത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിക്കുകയാണ്.
മാത്രമല്ല ഈ പാലത്തായിൽ നിന്ന് ജയിച്ചു വന്നത് അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിൽ സഖാബ് ബൈജു. ആരാ ബൈജു? പാലത്തായി ആക്ഷൻ കമ്മിറ്റിയുടെ ചെയർമാൻ. കഴിഞ്ഞില്ല. ജയിച്ചു വന്ന ബൈജുവിനെ വഴിയോരത്തിരുന്ന് മാലയിട്ട് സ്വീകരിച്ചത് പാലത്തായിലെ പെൺകുട്ടികളുടെ മാതാപിതാക്കൾ. വല്ല സംശയം ലീഗിനുണ്ടോ? എന്റെ കൂടെ വാ, നമുക്ക് ഒരുമിച്ച് പോകാം പാലത്തായിലേക്ക്. ആ മാതാപിതാക്കളെ നേരിട്ട് കാണാം. പാലത്തായില് ഈ വിജയിച്ചു വന്ന ബൈജുവിനൊപ്പമുള്ള ചിത്രം എന്റെ കയ്യിലുണ്ട്. ഞാൻ അവിടെ പോയവനാ. നിങ്ങൾ ഈ നാട്ടിൽ മുഴുവൻ പ്രചരിപ്പിച്ചു പാലത്തായിലെ പെൺകുട്ടിയെ കമ്മ്യൂണിസ്റ്റുകാരൻ പീഡിപ്പിച്ചു. അതുപോലെ എത്ര ഉദാഹരണങ്ങൾ. ആ കൂട്ടത്തിൽ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു കമ്മ്യൂണിസ്റ്റുകാർക്കെതിരെ റിയാസ് മൗലവി വധക്കേസ്. ഈ നാട് മുഴുവൻ പ്രചരിപ്പിച്ചു റിയാസ് മൗലവി വധക്കേസ്. എന്താ റിയാസ് മൗലവി വധക്കേസ്? കാസർകോട്ടെ ഒരു പള്ളിയില് ഉസ്താദായ റിയാസ് മൗലവിയെ RSSകാർ പള്ളിയിൽ കയറി വെട്ടിക്കൊന്നു. ആ കേസ് കോടതിയിൽ വന്നു. പ്രതികളെ 3-ാം ദിവസമാണ് കേരളത്തിന്റെ പോലീസ് പിടികൂടിയത്. 3-ാമത്തെ ദിവസം ആ കേസ് കോടതിയിൽ വന്നു. പക്ഷേ കോടതി പാലത്തായി കേസിലെ റിയാസ് മൗലവി വധക്കേസിലെ പ്രതികളായ RSSകാരെ വെറുതെ വിട്ടു. എന്താ ഈ നാട്ടിൽ ജമാഅത്ത് ഇസ്ലാമി പ്രചരിപ്പിച്ചത്? എന്താ ദാവൂദ് ഔട്ട് ഓഫ് ഫോക്കസിൽ ഇരുട്ടിന്റെ മറവിൽ മുസ്ലിം മനസ്സുകളിലേക്ക് വിഷബോംബിട്ടത്? പാലത്തായി റിയാസ് മൗലവി വധക്കേസിലെ പെൺകുട്ടി പിന്നെ പ്രതികളെ ഇതാ പിണറായി കേരളം ഭരിക്കുമ്പോ വെറുതെ വിട്ടിരിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ടവര്, പിണറായി ആയിരുന്നു ആ കോടതിയുടെ ജഡ്ജി? പിണറായി ആണോ ആ കോടതിയുടെ ജഡ്ജി? അല്ല. നാളെ ഇന്ന് 22 ഇന്ന് ഞങ്ങളൊരു രക്തസാക്ഷി ദിനം നടക്കുന്നുണ്ട് ഈ കേരളത്തിൽ. ആരാന്നറിയോ? ഷിബിൻ വധക്കേസ്. നാഥാപുരത്തെ ഷിബിൻ. മറക്കൂല കേരളം. വലിയ പ്രശ്നം ഉണ്ടായതാ. ആരാ കൊന്നത്? മുസ്ലിം ലീഗിന്റെ തമ്മാടിക്കൂട്ടം മഴ കൊണ്ട് വെട്ടി നുറുക്കി നെഞ്ചു പിളർത്തിക്കൊന്ന ഭാസ്കരേട്ടന്റെ മകൻ ഷിബിൻ ഇല്ലേ? ആ ഷിബിൻ കേസിലെ പ്രതികളെ കോടതി വെറുതെ വിട്ടു. ആര് ഭരിക്കുമ്പോ? പിണറായി ഭരിക്കുമ്പോ. ഞാൻ ചോദിക്കട്ടെ, എന്തേ നിങ്ങൾ അത് പറയാതെ പോയി? കാരണം വിധി പറഞ്ഞത് പിണറായി അല്ല, കോടതിയിലെ ജഡ്ജിയാണ്. പക്ഷേ ഷിബിൻ വധക്കേസിൽ ഗവൺമെന്റ് അപ്പീൽ പോയി. കഴിഞ്ഞ വർഷം ആ കേസിലെ എല്ലാ പ്രതികളെയും ശിക്ഷിച്ചു. അതിലെ ഒരു പ്രതി ഇപ്പോഴും KMCCയുടെ സംരക്ഷണയിൽ ദുബായിൽ കഴിയുന്നു ഇല്ലേ? ഷിബിന് നീതി കിട്ടിയതിന് ശേഷം കഴിഞ്ഞ വർഷം ഇതേ ദിവസം നടന്ന 10ാം ചരമവാർഷികത്തിൽ ഞാൻ പങ്കെടുത്ത് പ്രസംഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ റിയാസ് മൗലവി വധക്കേസിൽ ഗവൺമെന്റ് അപ്പീൽ പോയിട്ടുണ്ട്. എന്റെ വിഷയം അതല്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. റിയാസ് മൗലവി കൊലക്കേസിലെ പ്രതികളായ 3 RSSകാരെ പോലീസ് പിടിച്ച് ജയിലിലിട്ടത് 3ാമത്തെ ദിവസമാണ്. അവര് പിന്നെ പുറം ലോകം കണ്ടത് എന്താണെന്നറിയോ? അവര് പിന്നെ പുറം ലോകം കണ്ടത് ഈ കോടതി വിധി വന്നതിന് ശേഷം. അതിനിടയിലുള്ള 7 കൊല്ലവും 7 ദിവസവും പുറം ലോകം കാണാതെ അവരെ റിമാൻഡ് ചെയ്ത് ജയിലിലിട്ടത് കേരള പോലീസ്. ആ കേരള പോലീസിന്റെ മന്ത്രിയുടെ പേര് സഖാബ് പിണറായി വിജയൻ എന്നാണ്, കേരളത്തിന്റെ മുഖ്യമന്ത്രി. കേരളത്തിന്റെ ചരിത്രത്തിൽ കേട്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു സാധനം കേട്ടിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ കൊലക്കേസിലെ പ്രതികളുണ്ടല്ലോ, നമുക്കൊക്കെ ചുറ്റും പലരും ഉണ്ടാവും കൊലക്കേസിലെ പ്രതികൾ. എന്റെ നാട്ടിലടക്കം എനിക്ക് പരിചയമുള്ള ആളുകളുണ്ട്. അവർക്കൊക്കെ നിയമവ്യവസ്ഥ പ്രകാരം പരോൾ അനുവദിക്കും ഗവൺമെന്റ് ഒരു പ്രത്യേക കാലം കഴിഞ്ഞാൽ. ആ പരോള് പ്രകാരം അവർക്ക് 3-4 മാസം കഴിയുമ്പോൾ 10-15 ദിവസത്തെ പരോള് കിട്ടും. എന്നാൽ ഈ കേരളത്തിൽ കോവിഡ് ഉണ്ടായി, മറുമരുന്നില്ലാത്ത മഹാമാരി. ആ മഹാമാരിയുടെ കാലത്ത് കണ്ണൂരിലെ തുറന്ന ജയിലിൽ അടക്കമുള്ള മുഴുവൻ ആളുകളെയും, തുറന്ന ജയിലിലെ എല്ലാ ആളുകളെയും, കണ്ണൂർ ജയിലിലെ ഗോവിന്ദസ്വാമി പോലെയുള്ള കൊടും ക്രിമിനലുകളെ ഒഴിച്ച് ബാക്കി എല്ലാ തടവുകാരെയും ദീർഘകാല പരോളിന് വിട്ടു. എന്താ കാരണം? രോഗം പടരാതിരിക്കാൻ. അന്ന് പോലും ഈ റിയാസ് മൗലവി വധക്കേസിലെ പ്രതികൾ അവിടെ കിടന്നു, ജയിലിൽ കിടന്നു. എന്നിട്ട് അതിന്റെ കുറ്റാരോപണം വെച്ചത് ആരുടെ നേരെയാ? കമ്മ്യൂണിസ്റ്റുകാരുടെ നേരെ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ പ്രയോഗിച്ച പല കാര്യങ്ങളിലൊന്നാണ്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, മറന്നുപോകരുത്. ഇന്നും കേരളത്തിന്റെ നിയമസഭക്കകത്ത് ആ പാട്ടുണ്ട്. എന്താണത്? പോറ്റിയെ കേറ്റിയെ പോറ്റിയെ കേറ്റിയതാരപ്പ സഖാക്കളാണ് അയ്യപ്പ. ഇന്നിപ്പോ എന്തേ പാട്ട് മാറിയല്ലോ? ഇന്നിപ്പോ പാട്ടിന്റെ കോലം മാറിയല്ലോ, പുതിയ പാട്ടുണ്ട്. ഞാനതിന്റെ വിശദീകരണത്തിലേക്കൊന്നും കിടക്കുന്നില്ല. ഇവിടെ ജയരാജൻ സഖാവ് പറഞ്ഞതുപോലെ ഒരുപാട് വിശ്വാസികളുടെ മനസ്സിൽ സംശയത്തിനിട നൽകി.
ഈ വിഷയം എവിടെ തുടങ്ങുന്ന കാര്യങ്ങൾ അവിടെ തുടങ്ങണം. നമ്മള് ഒരു ദിവസം കഴിഞ്ഞ കേരള നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറയാണ്, ശബരിമലയിലെ ഒരു സ്വർണ്ണപീഠം കാണുന്നില്ല. എന്നോട് പോറ്റി പറഞ്ഞതാണ് ആര്? സതീശൻ. സംശയമുണ്ടോ ലീഗിനും കോൺഗ്രസും? കഴിഞ്ഞ നിയമസഭയിൽ പറഞ്ഞതാ, പിന്നെ ശബരിമലയിലെ ഒരു സ്വർണ്ണപീഠം കാണുന്നില്ല. അപ്പൊ പിണറായി പറഞ്ഞു, എനിക്കതിനെ കുറിച്ച് ഒരു അറിവുമില്ല. നിങ്ങളോട് ആര് പറഞ്ഞു? എന്നോട് പോറ്റി പറഞ്ഞതാ. ശരി, നമുക്ക് അന്വേഷിക്കാം. അത് അന്വേഷിക്കാൻ ഹൈക്കോടതിയുടെ നേതൃത്വത്തിൽ ഹൈക്കോടതി നേതൃത്വം നൽകുന്ന SIT സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ വെച്ചു. എവിടുന്നാ പീഠം കിട്ടിയത്? പോറ്റിന്റെ അടുത്ത്. എവിടുന്നാ പീഠം കിട്ടിയത്? പീഠം കാണുന്നില്ല, കട്ടുപോയി എന്ന് പറഞ്ഞ പോറ്റിയുടെ വീട്ടിൽ നിന്ന് പീഠം പിടിച്ചു. ഈ നാട്ടിലെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിങ്ങളെ പ്രചരിപ്പിച്ചെന്താണ്? ഓറ്റിയെ കയറ്റിയത് ആരപ്പ? സഖാക്കളാണ്, അയ്യപ്പ. ഇല്ലേ? അതിന് കാരണം പറഞ്ഞിട്ടുള്ള എന്താണ്? ഈ അടുത്ത കാലത്ത് നിങ്ങൾ കണ്ടില്ലേ, കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി ഓറ്റിയുടെ ചെവിയിൽ സ്വകാര്യം പറയുന്നു. ആരാ പോസ്റ്റ് ചെയ്തത്? സുബ്രഹ്മണ്യൻ, N സുബ്രഹ്മണ്യനെ, കോഴിക്കോട് പിന്നെ KPCCയുടെ ജനറൽ സെക്രട്ടറി, AICC അംഗം കൂടിയാണെന്ന് അദ്ദേഹം എനിക്ക് തോന്നുന്നു. ഈ നാടിനൊക്കെ പരിചയമുള്ള സുബ്രഹ്മണ്യൻ എന്താ അദ്ദേഹത്തുള്ളത്? ഓറ്റിയുടെ ചെവിയിൽ ഇങ്ങനെ സ്വകാര്യം പറയുന്നു. ആര്? പിണറായി. ഇല്ലേ? പോലീസ് പിടിച്ചപ്പോ പറഞ്ഞത് AI ആണ്, എനിക്ക് വേറെ ആൾ അയച്ചെന്നാ. എന്നിട്ടും അവര് പിണറായിയും പോറ്റിയും നിൽക്കുന്ന ചിത്രം വെച്ചു. പോറ്റിയുടെ അരികിൽ പിണറായി എന്തോ പറയുന്നത് പോലെയുള്ള ചിത്രം പ്രദർശിപ്പിച്ചു. പക്ഷെ അതിന്റെ വീഡിയോ പുറത്തു വന്നു. എന്താണ് ആ വീഡിയോ? ശബരിമല അയ്യപ്പൻ പിന്നെ ശബരിമലയിലേക്ക് പോലീസിനുള്ള പ്രത്യേക ആംബുലൻസ് സംഭാവന ചെയ്യാണ്. ആര്? ഭീമാ ജ്വല്ലറി. അത് ഏറ്റെടുക്കാൻ മുഖ്യമന്ത്രിയെ ഒരു പരിപാടിക്ക് വിളിച്ചു. മുഖ്യമന്ത്രിക്ക് ഒഴിവില്ല. അവസാനം വരെ എന്ത് ചെയ്തു? മുഖ്യമന്ത്രിയുടെ തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിന്റെ ഓഫീസുണ്ട്, 3ാമത്തെ നിലയിൽ. പോയൊരു കണ്ടിട്ടുണ്ടാവും. അതിന്റെ തൊട്ട് താഴേക്ക് വെച്ചു. 5 മിനിറ്റ് നിന്നാ മതി മുഖ്യമന്ത്രി. ഇതൊന്ന് ഉദ്ഘാടനം ചെയ്തു തന്നാൽ മതി, ഞങ്ങളുടെ ഒരു ആഗ്രഹമാണ്. ആവട്ടെ, 5 മിനിറ്റ് സമയം അനുവദിച്ചു. കേരളത്തിന്റെ DGP രവത ചന്ദ്രശേഖരുണ്ട്. 6 മാസമായിട്ടുള്ള അദ്ദേഹം DGP ആയിട്ട്. അതുപോലെ തന്നെ ADGP-മാരുണ്ട്. മുന്നിൽ കേരളത്തിലെ സകല ദൃശ്യമാധ്യമങ്ങളുടെയും ക്യാമറയുണ്ട്. ആ ക്യാമറയുടെ മുന്നിലേക്ക് മുഖ്യമന്ത്രി മുകളിൽ നിന്ന് ഇറങ്ങി വരുന്നു. ഭീമാ ജ്വല്ലറി അടിച്ച ക്ഷണക്കത്ത് എന്റെ കയ്യിലുണ്ട്, എന്റെ കയ്യിലുണ്ട്. ഞാൻ അവിടെ കൊടുക്കും, കോപ്പി കൊടുത്തിട്ട് നാസർ കൊളായി പോകും. അല്ല, ഞാൻ ബടായി പറഞ്ഞു പോയി എന്ന് പറയും. അതുകൊണ്ടാ പറഞ്ഞു. അതിലൊന്നും പോറ്റിയുടെ പേരില്ല. ആ വീഡിയോയിൽ നമ്മൾ കാണുന്ന എന്താ? ഭീമാ ജ്വല്ലറിയുടെ പ്രതീതിയായ ഒരു പെൺകുട്ടി. അത് ജ്വല്ലറിയുടെ ഉടമസ്ഥന്റെ മകളാണോ ബന്ധുവാണോ എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അവരുടെ തൊട്ടടുത്ത് മഞ്ഞ ഡ്രസ് ഇട്ടിട്ട് പോറ്റിയുണ്ട്. നമ്മൾ വിളിച്ചതല്ല, സർക്കാർ വിളിച്ചതല്ല, അവരുണ്ടാക്കിയ പരിപാടിയാണ്. ആ ചാവി തരുമ്പോ പോറ്റി തൊട്ടടുത്തുണ്ട്. ഫോട്ടോ എടുക്കുന്നു, വീഡിയോ എടുക്കുന്നു, സകല ചാനലുകളിലും വരുന്നു. ഒന്നുകൂടി പറഞ്ഞു മുഖ്യമന്ത്രിയോട്, വെള്ളക്കൊടി വീശി ആംബുലൻസിനെ യാത്രപ്പെടുത്തണം. വെള്ളക്കൊടി വീശി പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് കൊടുത്ത ആംബുലൻസ് അങ്ങ് കടന്നുപോയി. മുഖ്യമന്ത്രിക്ക് തിരക്കുണ്ട്. മുഖ്യമന്ത്രി സെക്രട്ടേറിയറ്റിലേക്ക് തിരിഞ്ഞു നടക്കുന്നു. അപ്പൊ ഇയാളാണ് അസീസ്ക്കാണ് പോറ്റിന്ന് കൂട്ടിക്കോ. അസീസ്ക്ക് അവിടെ നിൽക്കുന്നു, ഞാൻ ഇങ്ങനെ തിരിഞ്ഞു നടക്കുന്നു. ആ തിരിഞ്ഞു നടക്കുമ്പോഴുള്ള ഫോട്ടോ എടുത്താൽ എങ്ങനെ ഉണ്ടാവും? മുഖ്യമന്ത്രി ഈ പോറ്റിയുടെ ചെവിയിലേക്ക് എന്തോ പറയുന്നത് പോലെയുള്ള ചിത്രമെടുത്ത് ഈ നാട്ടിൽ മുഴുവൻ പ്രദർശിപ്പിച്ചു. എന്നാൽ വീഡിയോ പുറത്തു വന്നപ്പോ കമാന്നൊരക്ഷരം മിണ്ടിയില്ല. എന്നാൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കണ്ടോ? പോറ്റിയെ കയറ്റിയതാരപ്പ എന്ന ചോദ്യം വന്നപ്പോഴാണ് ജനപത് 10ാം നമ്പറിൽ സോണിയാഗാന്ധിയുടെ വീട്ടിൽ പോറ്റി നിൽക്കുന്നു. പോറ്റിയുടെ കൂടെ ആരുണ്ട്? അടൂർ പ്രകാശ് നിൽക്കുന്നു. അടൂർ പ്രകാശിനോട് ചോദ്യം ചോദിച്ചു, നിങ്ങൾ എങ്ങനെ ഈ പോറ്റിയെ പ്രധാനമന്ത്രി അല്ല സോണിയാഗാന്ധിയുടെ ജനപത് 10ലേക്ക് വീട്ടിലേക്ക് കയറ്റി? അറിയാലോ, ജനപത് 10ന്റെ പ്രത്യേകത Z കാറ്റഗറി ഉണ്ട്. ശ്രീപെരുമ്പത്തൂരിൽ വെച്ച് രാജീവ് ഗാന്ധിയെ ആരാർപ്പണത്തിന് എന്നതുപോലെ വന്ന ഒരു പെൺകുട്ടി മനുഷ്യ ബോംബായി പൊട്ടിച്ചിതറിയപ്പോ, നിരവധി കഷ്ണങ്ങളായി രാജീവ് ഗാന്ധി ഇല്ലാതായപ്പോ ആ കുടുംബത്തിന് Z കാറ്റഗറിയിലുള്ള സുരക്ഷയാണ്. ജനപത് 10നുള്ളിലേക്ക് ഒരു ഈച്ച കടക്കണമെങ്കിൽ ഇവരറിയണം. ആരും അറിയാതെ അങ്ങോട്ടൊരു ഈച്ചക്ക് കടക്കാൻ കഴിയില്ല. അത്രയും സുരക്ഷിതമുള്ള ഇടത്തേക്ക് എങ്ങനെ പോറ്റി കയറി? ഇതാ ചോദ്യം. കൂടെ അടൂർ പ്രകാശ് ഉണ്ട്. അപ്പൊ അടൂർ പ്രകാശിനോട് ചോദിച്ചു, പോറ്റിയെ കയറ്റിയത് നിങ്ങളാണല്ലേ? അടൂർ പ്രകാശിന്റെ മറുപടി എന്താണെന്നറിയോ? ഞാൻ കയറ്റിയതല്ല, പോറ്റി അവിടെ കയറ്റിയതിനു ശേഷം എന്നെ വിളിച്ചു കയറ്റിയതാ. അപ്പൊ അടൂർ പ്രകാശിനെ കയറ്റിയതാരാണ്? പോറ്റി. അടൂർ പ്രകാശ് അല്ല പറഞ്ഞത്, എനിക്കറിയില്ല. അവിടെ എത്തിയ പോറ്റി എന്നെ വിളിച്ചു കയറ്റിയതാണ്. ഇത് നാസർ കൊളായിന്റെ ബടായ. നിങ്ങൾക്ക് വേണോ വീഡിയോ? ഞാൻ തരാം. അടൂർ പ്രകാശ് പറയുന്നത് എന്നെ കയറ്റിയതാണ്.
ഇല്ലേ? എങ്ങനെ കയറി അവിടെ നിങ്ങൾ പറ. മാത്രമല്ല പ്രിയങ്ക ഗാന്ധിയുടെ അല്ല സോണിയാഗാന്ധിയുടെ കയ്യിൽ ചരട് കെട്ടുന്നു. അപ്പോ BRM ഷഫീർ എന്ന് പറയുന്ന ഒരു മരപ്പൊട്ടനുണ്ട്. കാരണം വിഡിത്തം മാത്രമേ പറയുള്ളൂ ചാനൽ ചർച്ചയിൽ വന്നാൽ. അതുകൊണ്ട് ആ വാക്ക് എനിക്ക് പ്രയോഗിക്കേണ്ടി വന്നത് ഇല്ലേ? അങ്ങനെയുള്ള ചിലരെ നമ്മൾ അങ്ങനെ വിളിച്ചു പോകും. അങ്ങനെയുള്ള ഒരു വിദ്വാൻ വന്നിട്ട് പ്രസംഗിച്ചാൽ എന്താ അറിയോ? മൂപ്പര് ചാനൽ ചർച്ചയിൽ വാശി പിടിച്ചു. എന്താ വാശി? പ്രിയങ്ക ഗാന്ധിക്ക് ഒരു അസുഖമുണ്ട്, ആ അസുഖത്തിന് ചികിത്സ ഉണ്ട്. ആ ചികിത്സത്തിന് പുറമെ ജപിച്ച നൂല് കെട്ടാൻ വേണ്ടിയിട്ടാണ് ശബരിമലയിൽ നിന്ന് പോറ്റിയെ വിളിച്ചത്. ശരി, അടൂർ പ്രകാശ് അത് ആവർത്തിച്ചു. നിങ്ങളെ കോൺഗ്രസിന്റെയും ലീഗിന്റെയും പൊട്ടന്മാരെടുത്ത് പറഞ്ഞാൽ മതി, ഞങ്ങളെടുത്ത് പറയണ്ട. പോട്ടെ, തൽക്കാലം ഒരു വാദത്തിന് ഞാനത് അംഗീകരിക്കുന്നു. അങ്ങനെയാണ് കയറ്റി നിൽക്കാം. എന്താ മറ്റോനുണ്ടല്ലോ, എന്തായിരുന്നു അവന്റെ പേര്? സ്വർണം വാങ്ങിയോന്റെ പേര്, ജ്വല്ലറിക്കാരന്റെ പേരെന്തായിരുന്നു? ഗോവർദ്ധൻ. പേരൊന്നും മറന്നു പോരുത്. ഗോവർദ്ധൻ. ഗോവർദ്ധൻ എന്താ അവിടെ കാര്യം? ഗോവർദ്ധൻ എന്താ കാര്യം? ഗോവർദ്ധന് മന്ത്രിച്ചൂർന്ന ഏർപ്പാടുണ്ടോ? ഗോവർദ്ധന് ശബരിമലയായിട്ട് ബന്ധമുണ്ടോ? ഒരു ബന്ധമില്ലാതെ ഗോവർദ്ധൻ എങ്ങനെ അതിൻ്റെ ഉള്ളിലെത്തി? നിങ്ങൾ മറുപടി പറയണ്ടേ? അപ്പൊ ഇവര് പറയുന്നത് എന്താണ്? സോണിയാഗാന്ധിക്ക് അസുഖം ഉണ്ടേനി, ആ അസുഖത്തിന് ചികിത്സിക്കാൻ വേണ്ടിയിട്ടാണ് പോറ്റിയുടെ അടുത്ത് പോയത്. ഞാൻ ഉടനെ വേറെ ആളുടെ അസുഖം ആലോചിച്ച്. APCCയുടെ പ്രസിഡന്റ് ഉണ്ടായിരുന്നു കെ സുധാകരൻ. സുധാകരന്റെ ഊരന്റെ ഞെട്ടലിന്റെ വേദന മാറ്റാൻ നേരെ പോയത് എങ്ങോട്ടാ? ജോൺസൺ മാവുങ്കലിന്റെ വീട്ടിലേക്ക്. ജോൺസൺ മാവുങ്കൽ ഇപ്പൊ എവിടെ ഉണ്ട്? ജയിലിലുണ്ട്. എന്തിനാ ജയിലിൽ കിടക്കുന്നത്? പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ചതിന്. എന്തായിരുന്നു ജോൺസൺ മാവുങ്കലിന്റെ ഏർപ്പാട്? പുരാവസ്തു വിൽപ്പന. എന്റെ നാട്ടിലുള്ള ഒരു കോടീശ്വരനെ കോടികളാ പറ്റിച്ചത്. ഈ നാട്ടിൽ എത്ര പേര് ഇല്ലേ? ഒറിജിനലും വ്യാജവുമായ നിരവധി പുരാവസ്തുക്കൾ നമ്മൾ അവിടെ കണ്ടു. ജോൺസൺ മാവുങ്കലിന്റെ വീട്ടിൽ വന്നു. അവിടെയാണ് സുബ്രഹ്മണ്യൻ സ്വാമിയുടെ വാക്കുകൾ നമ്മൾ കൂട്ടിച്ചേർക്കുന്നത്. സോണിയാഗാന്ധിയുടെ സഹോദരിക്ക് ഇറ്റലിയിൽ പുരാവസ്തു വിൽപ്പനയാണ്. മനസ്സിലായ നിങ്ങൾക്ക്? ഞാൻ പറയല്ല, എന്റെ ആരോപമല്ല, എന്റെ ആക്ഷേപമല്ല. സുബ്രഹ്മണ്യൻ സ്വാമി പറഞ്ഞതിന് ജോൺസൺ മാവുങ്കലും സുധാകരനും തമ്മിലുള്ള ചികിത്സ, സോണിയാഗാന്ധിയെ ചികിത്സിക്കാൻ പോറ്റിപ്പോയ വഴി അതാ പറഞ്ഞത്. എന്റെ പ്രിയപ്പെട്ട കോൺഗ്രസ് ലീഗ്, അറിയോ നിങ്ങൾക്ക് ആ വഴി ഏതാണ്? ജനപത് 10ന്റെ പ്രത്യേകത എന്താണ്? ഇവിടെ ജയരാജൻ സഖാബ് ഇത്തിരി സൂചിപ്പിച്ചു. കെ കരുണാകരൻ. ആരായിരുന്നു കരുണാകരൻ? നിരവധി തവണ കേരളത്തിന്റെ മുഖ്യമന്ത്രി, കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ്, പാർലമെന്റ് മെമ്പർ, കേന്ദ്രമന്ത്രി. നരസിംഹറാവു എന്ന് പറയുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ തീരുമാനിച്ച മനുഷ്യൻ ഇല്ലേ? കോൺഗ്രസിന്റെ പ്രധാനമന്ത്രി നരസിംഹറാവുവിനെ തീരുമാനിക്കാൻ മാത്രം അധികാരത്തിന്റെ ഉന്നതങ്ങളിലിരുന്ന കെ കരുണാകരൻ ഇതേ ജനപത് 10ന്റെ സോണിയാഗാന്ധിയുടെ വീടിന്റെ വാതിലൊന്ന് തുറക്കാൻ, 4 അക്ഷരം പാർട്ടിയുമായി ബന്ധപ്പെട്ടത് സംസാരിക്കാൻ 15 ദിവസമാണ് കേരള ഹൗസിൽ കെട്ടിക്കിടന്നത്. വാതിൽ തുറന്നില്ല. അങ്ങനെ വന്നിട്ടാണ് കരുണാകരൻ കേരളത്തിൽ വന്നിട്ട് DIC ഉണ്ടാക്കിയത്. എന്റെ മുമ്പിൽ ജനപത് 10ന്റെ വാതിൽ തുറന്നില്ല എന്ന് കരുണാകരൻ പറഞ്ഞപ്പോ മദാമ്മ എന്ന് സോണിയാഗാന്ധിയെ വിളിച്ച മുരളീധരൻ അങ്ങനെ DIC ഉണ്ടാക്കിയത് ഇല്ലേ? ആസാമിന്റെ മുഖ്യമന്ത്രി വിശ്വാസ് നിരവധി ദിവസം കാത്തിരുന്നു ഈ ജനപത് 10ന്റെ വാതിലും തുറന്നില്ല. നേരെ തിരിച്ചു വന്ന് BJP കയറി. അത് പിന്നെ കൊരങ്ങനെ ഏണി വെച്ചാരി ഒരു കാരണം ഉള്ളൂ. ഇന്നത്തെ കോൺഗ്രസ്, നാളത്തെ BJP ഇല്ലേ? ഗോവയുടെ മുഖ്യമന്ത്രി പറഞ്ഞു എന്റെ മുമ്പിൽ ആ വാതിൽ തുറന്നില്ല. എന്റെ വിഷയം അതല്ല. എന്റെ പ്രിയപ്പെട്ട ലീഗ്, എന്റെ പ്രിയപ്പെട്ട കോൺഗ്രസ്, ജമാഅത്തെ ഇസ്ലാമിക്കാരാ, നിങ്ങൾക്കറിയോ ഈ ജനപത് 10ന്റെ വാതിലിൽ മുട്ടിയ മറ്റൊരു സ്ത്രീ ഉണ്ടായിരുന്നു. അവരുടെ പേര് സക്കിയ ജഫ്രീന. ആരാ സക്കിയ ജഫ്രീൻ അറിയോ? ഗുജറാത്ത് കലാപത്തിൽ കൊല്ലപ്പെട്ട കോൺഗ്രസിന്റെ പാർലമെന്റ് മെമ്പർ ഈസാൻ ജിഫ്രിയുടെ ഭാര്യ. 3000-ലധികം മനുഷ്യരെ RSS കൂട്ടക്കൊല ചെയ്ത ഗുജറാത്ത് വർഗീയ കലാപം അറിയില്ലേ നിങ്ങൾക്ക്? ആ കലാപകാലത്താണ് ഒരു മനുഷ്യൻ കുതുബുദ്ദീൻ അൻസാരി എന്തായിരുന്നു? വെള്ളിയാഴ്ച പള്ളിയിലെ ബാങ്ക് വിളി കേട്ടപ്പോ നമസ്കരിക്കാൻ പള്ളിയിൽ പോകാൻ വേണ്ടി വീട്ടിൽ നിന്നിറങ്ങിയപ്പോ RSSകാരും ബജറംഗ് ദളുകാരും ആർത്തലച്ചു വന്നപ്പോ എന്നെ കൊല്ലരുതേ എന്ന് കെഞ്ചി അപേക്ഷിച്ചപ്പോ റോയിട്ടന്റെ ആർട്ടോ ദത്തെടുത്ത വിശ്വപ്രസിദ്ധമായ ആ ചിത്രം സകല പത്രങ്ങളിലും അച്ചടിച്ചു വന്നു. അത് ഗുജറാത്ത് കലാപത്തിന്റെ പ്രതീകമായി. സാന്ദർഭികമായി പറയാണ്, ആ കുതുബുദ്ദീൻ അൻസാരിയെ കൊണ്ടുപോയി തീറ്റിപ്പൊറ്റി 1.5 കൊല്ലം സംരക്ഷിച്ചത് ബംഗാളിലെ ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ്. ആ കുതുബുദ്ദീൻ അൻസാരി വർഷങ്ങൾക്ക് മുമ്പ് ഒരിക്കൽ കോഴിക്കോട് വന്നു. കോഴിക്കോട് പാരമൗണ്ട് റെസ്റ്റോറന്റിൽ അദ്ദേഹത്തോടൊപ്പം ഉച്ചക്ക് ഊണ് കഴിച്ചു ഞാൻ. അന്ന് അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞൊരു ആഗ്രഹമുണ്ട്. എന്താ ആഗ്രഹം എന്നറിയോ? എനിക്കൊരാളെ കാണണം.
ആരെ കാണണമെന്നാ കുത്തുബുദ്ദീൻ അൻസാരി പറഞ്ഞത്? പാണക്കാട്ടെ തങ്ങന്മാരെ കാണുന്നല്ല, കേരളത്തിലെ ഒരു മുസ്ലിം രാഷ്ട്രീയത്തിന്റെയും നേതാക്കന്മാരെ കാണുന്നല്ല. അദ്ദേഹം പറഞ്ഞത് എനിക്ക് കണ്ണൂരിന്റെ പ്രിയപ്പെട്ട ജയരാജനെ ഒന്ന് കാണണം. കൊണ്ടുപോയി സഖാക്കളെ ഞങ്ങൾ സന്ധ്യ മയങ്ങുന്ന നേരത്ത് കണ്ണൂരിലെ പാർട്ടി ഓഫീസിന്റെ മുറ്റത്ത് സഖാവ് ജയരാജേട്ടൻ കാത്തിരിക്കുക. ജയരാജേട്ടനെ കണ്ടപ്പോ കുത്തുബുദ്ദീൻ അൻസാരി അദ്ദേഹത്തോട് ഒരു ആഗ്രഹം പറഞ്ഞു, എനിക്ക് അങ്ങയുടെ വലത്തെ കൈയൊന്ന് കാണണം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കറിയോ, സ്വന്തം ഷർട്ടിന്റെ ബട്ടൺ പോലും അഴിക്കാൻ സഖാവ് ജയരാജേട്ടന് കഴിയില്ല. RSSകാര് വെട്ടി മാറ്റിയതാ വലത്തെ കൈ, തുന്നിച്ചേർത്തതാ. ഇടത്തെ കൈയുടെ തള്ളവിരലില്ല, ദ്രോണാചാര്യർക്ക് ഗുരുദക്ഷിണ കൊടുത്തല്ല, RSSകാര് വെട്ടി മാറ്റിയതാ. ഞങ്ങൾ അയച്ചു കൊടുത്തു സഖാവ് ജയരാജേട്ടന്റെ ഷർട്ടിന്റെ ബട്ടൺ. തൂങ്ങിയാടുന്ന ജയരാജേട്ടന്റെ വലത്തെ കൈ കെട്ടിപ്പിടിച്ച് വിതുമ്പിക്കരഞ്ഞു കുത്തുബുദ്ദീൻ അൻസാരി. ഇല്ലേ, എന്റെ വിഷയതല്ല. ആ ഗുജറാത്ത് കലാപകാലത്ത് RSSും ബജറംഗ് ദളും ഓടിച്ചപ്പോ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഒരുപാട് മനുഷ്യര് ഒരു ആളുടെ വീട്ടിലേക്ക് ഓടിക്കാരി. ആരുടെ വീടാണ്? ഈസാൻ ജിഫ്രിയുടെ. എന്ത് അവിടെ ഓടിക്കാരാനുള്ള കാരണം? ഈസാൻ ജിഫ്രി ഈസ് എ മെമ്പർ ഓഫ് ദി പാർലമെന്റ്. ആള് പാർലമെന്റ് മെമ്പറാണ്. പാർലമെന്റ് മെമ്പറുടെ വീട് ആക്രമിക്കപ്പെടില്ല എന്ന ധൈര്യത്തിൽ ചെന്ന അവരുടെ മുമ്പിൽ അദ്ദേഹം വാതിൽ തുറന്നിട്ട് കൊടുത്തു. ആ വാതിലിനകത്തോടെ 100ഓളം ആളുകൾ അകത്തേക്ക് കയറി. അല്പസമയത്തിനകം RSSും ബജറംഗ് ദളും ഇരച്ചെത്തി. ത്രിശൂലങ്ങളും വാളുകളും ആകാശത്തേക്ക് ഉയർന്നു, കൊലവിളിയേർന്നു. ഇല്ലേ, ആ സമയത്ത് ഈസാൻ ജിഫ്രി വിളിച്ചത് എങ്ങോട്ടായിരുന്നു? ഇതേ ജനപത് 10ലേക്ക്. എന്താ കാരണം? ജനപത് 10ലേക്ക് ഈസാൻ ജിഫ്രി പലതവണ പോയിട്ടുണ്ട്. ഇന്ത്യയുടെ പാർലമെന്റിൽ സോണിയാഗാന്ധിയുടെ കൂടെ ഇരുന്നിട്ടുണ്ട് ഈസാൻ ജിഫ്രി. ആ പരിചയത്തിന് വിളിച്ചപ്പോ എന്താ ജനപത് 10 എന്ന് പറഞ്ഞ മറുപടി നൽകി, ഞങ്ങൾ ഇങ്ങ് ഡൽഹിയിലാണ്, നിങ്ങളെ സഹായിക്കാൻ കഴിയില്ല, നിങ്ങള് ഗുജറാത്ത് പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയെ വിളിക്കൂ. ഗുജറാത്ത് പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയെ വിളിച്ചു ഈസാൻ ജിഫ്രി. എന്താ കിട്ടിയ മറുപടി എന്നറിയോ? നീ മുസ്ലിമാണ്, നീ അനുഭവിക്കണം. ഇത് നാസിർ കൊളായിയുടെ ബടായി അല്ല, ഈസാൻ ജിഫ്രിയുടെ ഭാര്യ സാക്കിയ ജഫ്രിയുടെ പുസ്തകമുണ്ട്, എടുത്ത് വായിക്കണം. മുസ്ലിം ലീഗിന്റെ സ്നേഹിതന്മാര്, ജമാഅത്ത് ഇസ്ലാമിയുടെ സ്നേഹിതന്മാര് വായിക്കണം നിങ്ങൾ. അതിലാ പറഞ്ഞിട്ടുള്ളത്. മനസ്സിലായി നിങ്ങൾക്ക്? ആരാ സാക്കിയ ജഫ്രി? ഞാൻ പറഞ്ഞല്ലോ, സ്വന്തം മകളെ കൺമുമ്പിലിട്ട് നിരവധി പേര് മാറി മാറി ബലാത്സംഗം ചെയ്ത് അവളുടെ ഗുഹ്യാവയവത്തിലേക്ക് പെട്രോൾ ഒഴിച്ച് ജീവനോടെ ചുടുമ്പോ അത് കണ്ടു നിൽക്കേണ്ടി വന്ന ഉമ്മയുടെ പേരാണ് സാക്കിയ ജഫ്രി. തന്റെ ഭർത്താവിനെ പെട്രോൾ ഒഴിച്ച് കത്തിക്കേണ്ടത് കാണേണ്ടി വന്ന ഭാര്യയുടെ പേരാണ് സാക്കിയ ജഫ്രി. മറിഞ്ഞു വീണ പലക കഷ്ടത്തിന്റെ ഉള്ളിൽ പെട്ടുപോയത് കൊണ്ട് ആരും കാണാതെ രക്ഷപ്പെട്ടു പോയ നിർഭാഗ്യവതിയായ സ്ത്രീ. ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ടവരെ, അത് കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ ഗുജറാത്തിന്റെ തെരഞ്ഞെടുപ്പ് വന്നു. ആ തെരഞ്ഞെടുപ്പ് വന്നു. ഇവിടെ തിരുവമ്പാടി നിയോജക മണ്ഡലത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജോർഡൻ തോമസ് മത്സരിക്കുമ്പോ, അതുപോലെ തന്നെ ലിൻഡോ ജോസഫ് മത്സരിക്കുമ്പോ ആദ്യം പോകുന്നത് എങ്ങോട്ടാണെന്നറിയോ? ജോബി ആൻഡ്രൂസിന്റെ ബലികുടീരത്തിലേക്ക്. താമരശ്ശേരിയുടെ തിരുമുറ്റത്ത് MSFകാർ എറിഞ്ഞുകൊന്ന ധീരരക്തസാക്ഷി ജോബി ആൻഡ്രൂസ്. അതുപോലെ തന്നെ മത്തായി ചാക്കോ തെരഞ്ഞെടുപ്പിൽ ജയിച്ചിട്ടും നിയമസഭ കാണാതെ മാരകരോഗം പിടിപെട്ട് മരിച്ചുപോയ മത്തായി ചാക്കോയുടെ സ്മൃതിപഥം തിരുവമ്പാടിയുടെ പാർട്ടി ഓഫീസിനകത്ത്. ഈ 2 ബലികുടീരങ്ങളിലും പോകും, മുട്ടിയുരുട്ടും. മനസ്സുകൊണ്ട് പറയും, സഖാക്കളെ, ജീവനും ജീവിതവും കൊടുത്ത് നിങ്ങൾ പടുത്തുയർത്തിയ പ്രസ്ഥാനം ഉണ്ടല്ലോ, ഈ പ്രസ്ഥാനത്തിന്റെ സ്ഥാനാർത്ഥിയായി ഞാൻ മത്സരിക്കുന്നു എന്നാ പറയാ. അങ്ങനെയാ സഖാക്കളെ പ്രതിജ്ഞ ചെയ്യുക. സ്വാഭാവികമായി ഈ ഇന്ത്യ മാത്രമല്ല, ലോകമാകെ ചർച്ച ചെയ്ത ഗുജറാത്ത് കലാപം. ആ ഗുജറാത്ത് കലാപം കഴിഞ്ഞ് ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോ എവിടെ നിന്ന് തുടങ്ങണം കോൺഗ്രസ്? നിങ്ങൾ അതിന്റെ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷി പാർലമെന്റ് മെമ്പർ, പാർലമെന്റിലേക്ക് തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോ അവിടെ കൊല്ലപ്പെട്ട മനുഷ്യരുടെ വീട്ടിലേക്ക് നിങ്ങൾ പോകണം. പോയോ? ഒരു സോണിയയും പോയില്ല, ഒരു പ്രിയങ്കയും പോയില്ല, ഒരു രാഹുലും പോയില്ല. പിന്നെ എന്ത് ചെയ്തു? രാഹുൽ പരമശിവനായി, എന്നിട്ടോ പ്രിയങ്ക പാർവതിയായി. എന്നിട്ട് പറഞ്ഞു, രാമനെ തോൽപ്പിക്കാൻ ശിവപാർവതിമാർ. അല്ലേ? അതാ നിങ്ങൾ പറഞ്ഞത്. എത്ര വട്ടം നീതിക്ക് വേണ്ടി ജനപത് 10ന്റെ വാതിലിൽ മുട്ടി ഈ സാക്കിയ ജഫ്രി തുറന്നോ? ആരാ ഉണ്ടായിരുന്നത്? ആനി രാജയും ബൃന്ദ കാരാട്ടും അടക്കമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കൾ അവരുടെ കൂടെ നിന്ന് നീതിക്ക് വേണ്ടി പൊരുതി. ഒരു കോൺഗ്രസ്സുകാരനെ ആ വഴിക്ക് കണ്ടോ? ഒരു ലീഗുകാരനെ സഹായിക്കാൻ ആ വഴിക്ക് കണ്ടോ? ഇല്ല. എന്നിട്ടാണ് സോണിയാഗാന്ധി പ്രിയങ്ക ഇവിടെ വന്നിട്ട് മത്സരിക്കുക. എവിടെ? വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ. ഇല്ല, നിങ്ങൾ വയനാടല്ലല്ലോ? അല്ലല്ല, വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ പ്രിയങ്ക മത്സരിക്കുന്നു, രാഹുൽ ഗാന്ധി മത്സരിക്കുന്നു. എന്താ കോൺഗ്രസ് പറഞ്ഞത്? KM ഷാജി പറയണം. KM ഷാജി എന്താ പറഞ്ഞറിയോ? 1947 നമ്മളാരും ജീവിച്ചിരിപ്പില്ല. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. ഇത് 2ാമത്തെ സ്വാതന്ത്ര്യ സമരമാണ്. 2ാമത്തെ സ്വാതന്ത്ര്യ സമരമാണ്. ഈ സമരം നയിക്കുന്നത് ആരാന്നറിയോ? സോണിയാഗാന്ധിയും
പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും. അപ്പോഴാണ് PK ഫിറോസ് വന്നിട്ട് പറയുന്നത്, ഇവരെ നിങ്ങൾക്ക് മനസ്സിലായോ, മഹാത്മാഗാന്ധിന്റെ പേരക്കുട്ടികളാണ്. എങ്ങനെയുണ്ട്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. എവിടെ എത്തണം ഇവരുടെയൊക്കെ എന്താ പറയാ ഒരു ഉളുപ്പെന്ന് ഞാൻ പറയുന്നില്ല. പ്രിയങ്ക ഗാന്ധി, രാഹുൽ ഗാന്ധി മഹാത്മാഗാന്ധിയുടെ പേരക്കുട്ടിയാണ്. അതെങ്ങനെയാണ് നിങ്ങൾക്ക് മനസ്സിലായില്ല?